Yes, again I'm back with passive voice in imperative sentence. Okay, passive voice ന്റെ മറ്റൊരു പാർട്ടായിട്ടുള്ള പാസീവ് വോയിസ് ഇമ്പരറ്റീവ് സെന്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാം നോക്കാം. സോ നമ്മൾ ഓൾറെഡി ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു. സോ ആ ബേസ് ക്ലാസ് കാണാത്തവർ ഈ ക്ലാസ് വന്ന് കാണരുത്. ഓൾറെഡി നിങ്ങൾ പോയിട്ട് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെയും ബേസ് ക്ലാസ് കാണുക. അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, പാസീവ് വോയിസിനെ ഇമ്പരറ്റീവ് സെന്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണാം. സോ ബേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും അല്ലെ. ഇന്റർചേഞ്ച് ചെയ്യുക, സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. ഓക്കെ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് അവിടെ ഒബ്ജക്റ്റ് ആവും, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ഇവിടെ എന്ത് ചെയ്യും, സബ്ജക്റ്റ് ആവും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്റർചേഞ്ച് ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് V3 ഫോം ആയിരിക്കും. എപ്പോഴും V3 ഫോം ആയിരിക്കും എവിടെ ഉണ്ടാവുക, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുക. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ബൈ യൂസ് ചെയ്യുന്നത്? ദെൻ സബ്ജക്റ്റ് ഒബ്ജക്റ്റിലോട്ട് മാറുന്നുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രൊണൗൺസിന് വരുന്ന മാറ്റങ്ങളായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ക്ലാസ് പോയി കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം, നോക്കാം. ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഓക്കെ, പാസീവ് വോയിസ് ഇൻ ഇമ്പരറ്റീവ് സെന്റൻസ്. എന്താണ് ഇമ്പരറ്റീവ് സെന്റൻസസ്? നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചതാണ് അല്ലേ. എന്താണ് അത്? കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ്, അവിടെ ക്വസ്റ്റ്യനും ചോദ്യം ഒന്നുമില്ല. എന്താണ്? ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു വിഷോ അല്ലെങ്കിൽ ഒരു ഓർഡറോ ഒക്കെ ആയിരിക്കും എന്ത്, ഇമ്പരറ്റീവ് സെന്റൻസ് അല്ലേ. നമ്മൾ ഒരാളോട് ഒരു ഓർഡർ പറയുക, അല്ലെങ്കിൽ ഒരാളെ വിഷ് ചെയ്യുക, ഒരാളെ അഡ്വൈസ് ചെയ്യുക അല്ലെ. ഇങ്ങനെയുള്ള ഓർഡർ, കമന്റ്, വിഷ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ, ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നോക്കാം, കമന്റ്, റിക്വസ്റ്റ്, അഡ്വൈസ്, വിഷ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നോക്കാം, ഓർഡർ ഒക്കെ. ദെൻ എക്സാമ്പിൾ നോക്കാം. ഇത് ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലോട്ട് ആക്കിയതിന്റെ എക്സാമ്പിൾ അല്ല, ഇത് നിങ്ങൾക്ക് ഇമ്പരറ്റീവ് സെന്റൻസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാനുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, ഓപ്പൺ ദ വിൻഡോ, പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ട് ഈറ്റ് ടു മച്ച്, ഡോണ്ട് ഈറ്റ് ടു മച്ച്, അതെന്താണ്, ഒരു അഡ്വൈസ് ആണ്. ഓക്കെ, ദെൻ പ്ലീസ് ജോയിൻ മീ ഫോർ എ ഡിന്നർ ടു നൈറ്റ്. ഇതൊക്കെയാണ് എന്ത് മക്കളെ, ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇമ്പരറ്റീവ് സെന്റൻസ് എങ്ങനെ പാസീവ് വോയിസിലോട്ട് എങ്ങനെ ഇമ്പരറ്റീവ് സെന്റൻസിനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നോക്കാം, കമന്റ്. ഫസ്റ്റ് വൺ, ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമന്റോ, ഒരു റിക്വസ്റ്റോ, ഒരു വിഷോ അല്ലെങ്കിൽ ഒരു ഓർഡറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിലുള്ള ഇമ്പരറ്റീവ് സെന്റൻസിൽ കമന്റ്സിന്റെ കേസിലോട്ട് നമുക്ക് നോക്കാം. എന്താണ് കമന്റ്സിന്റെ കേസിൽ വരുന്നത് നോക്കാം. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സ്ട്രക്ചർ ഉണ്ട്. ആദ്യം ഇമ്പരറ്റീവ് സെന്റൻസിൽ കമന്റ്സ്, നമ്മളൊരു കമന്റ്സ് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ നോക്കാം. ആക്റ്റീവ് വോയിസിൽ അല്ലെങ്കിൽ ഒരു കമന്റ് നമ്മൾ നോർമലി പറയുമ്പോൾ ഉള്ള സ്ട്രക്ചർ നോക്കാം. നമുക്ക് നോക്കാം. ആദ്യം ഓപ്പൺ ദ വിൻഡോ അല്ലെ. എന്താണ് ഓപ്പൺ ദ വിൻഡോ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് പറയാണ്. ഇത് ഓപ്പൺ ദ വിൻഡോ നമ്മളിത് പറഞ്ഞു. ഓക്കെ, ഇനി പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്തായാലും പറയാം. ഇതാണ് നമ്മുടെ ഒരു കമന്റ് ആണ്, ഓപ്പൺ ദ വിൻഡോ. നമ്മൾ കമന്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ സെന്റൻസിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ഓപ്പൺ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു പ്രവൃത്തിയാണ്, വെർബാണ്. വെർബിന്റെ ഏതാണ്? ഓപ്പൺഡ് എന്നാണോ? അല്ല അല്ലെ, ഓപ്പൺ. അപ്പോൾ V1 ആണ്. വെർബിന്റെ ബേസ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ, ബേസ് ഫോം. ദ വിൻഡോ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒബ്ജക്റ്റ് ആണ്. എന്താലേ, വളരെ സിമ്പിൾ ആണ് അല്ലേ. ഒരുപാടൊന്നുമില്ല. ഒരു വെർബും ഒരു ഒബ്ജക്റ്റും കിട്ടിയോ, കമന്റ് ആയില്ലേ. അതിൽ ഓക്സിലറി വെർബ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ സിമ്പിളാണ്. ഒരു ഒബ്ജക്റ്റും ഒരുപോലെ V1 എന്ന് പറയുന്ന ഒരു വെർബും ഒബ്ജക്റ്റ്, ഇത്രയേ ഉള്ളൂ എന്ത്, ഒരു കമന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരിക്കും ഒരു ആക്റ്റീവ് വോയിസിൽ ഉണ്ടാവുന്ന സ്ട്രക്ചർ. ഓക്കെ, V1 പ്ലസ് ഒബ്ജക്റ്റ്. ഈ V1 പ്ലസ് ഒബ്ജക്റ്റിലോട്ട് വരുന്ന മാറ്റങ്ങളാണ് ഇനി പറയുന്നത്.
ഈ V1 എന്തായിട്ട് മാറും? V1 എന്ന് പറയുന്ന ഒരു കാര്യമില്ല അല്ലേ? നിങ്ങൾക്ക് അറിയാലോ, പാസീവ് വോയിസിൽ V1 എന്ന് പറയുന്ന ഒരു കാര്യമില്ല, V3 ഉള്ളു. അപ്പൊ അവിടെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യണം. എന്തിനാ ലെറ്റ് യൂസ് ചെയ്യുന്നത്? എന്താണെങ്കിലും ലെറ്റ് യൂസ് ചെയ്യണം. കമന്റ് ആണോ? ലെറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അർത്ഥം ഒന്നും നോക്കണ്ട. കമന്റ് ആണോ? ലെറ്റ് യൂസ് ചെയ്യണം. എന്താണ്? ലെറ്റ് യൂസ് ചെയ്യണം. ദെൻ നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ കൊണ്ട് എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് അല്ലേ ഫസ്റ്റ് കൊടുക്കുക അല്ലെ? സബ്ജക്റ്റിൽ ഈ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക അല്ലെ? പക്ഷെ ഇവിടെയും ഒബ്ജക്റ്റിനെ ഫസ്റ്റ് കൊടുക്കണം. പക്ഷെ അതിന് മുമ്പിൽ ഒന്നും കൂടെ ഒരാളും കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യാണ്? നമ്മൾ ഒബ്ജക്റ്റിനെയും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ്. ലെറ്റ് നമ്മൾ ഇതിന് മുമ്പിൽ വന്ന് പെട്ടതാണ്, ഒബ്ജക്റ്റിനെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതിന് മുമ്പിലോട്ട് കമന്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ലെറ്റ് വന്നു. അപ്പൊ ലെറ്റ് ഒബ്ജക്റ്റ്. പിന്നെ വരുന്ന ഒരാളാണ് ബി. ഇത് ലെറ്റ് പറഞ്ഞ പോലെ നിർബന്ധമായിട്ടും വരണം. ദെൻ നമ്മുടെ V3 ഫോം ഇല്ലാതെ കാര്യം നടക്കില്ലല്ലോ. അപ്പൊ ഇത് ഈ സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വെച്ചാണ്. ലെറ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്, ദെൻ ബി വരും, ദെൻ V3 വരും. ഇതാണ് കമന്റിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഓപ്പൺ ദ ഡോർ. എന്താണ്? ഓപ്പൺ ദ ഡോർ. ഡോറ് ഓപ്പൺ ചെയ്യാം. ഇതെന്താണ് മക്കളെ? V1. ഇതെന്താണ്? ഒബ്ജക്റ്റും അല്ലെ? ഒബ്ജക്റ്റ് V1 അല്ലെങ്കിൽ വെർബ്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ലെറ്റ് വേണം. ഒന്നും നോക്കണ്ട, സബ്ജക്റ്റ് ആ സെന്റൻസിലോട്ടേ നോക്കണ്ട, ലെറ്റ് അങ്ങ് ആദ്യം എഴുതുക. എന്നിട്ട് നമുക്ക് വേറെ കഥയുള്ളൂ അല്ലെ? ലെറ്റ് എഴുതി. ഇനി നേരെ ഒബ്ജക്റ്റ് എഴുതി, ദ ഡോർ എഴുതി. ദെൻ നമ്മൾ ഒബ്ജക്റ്റ് കഴിയുമ്പോൾ ബി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. V3 ഓപ്പണിന്റെ V3 ആണ് ഓപ്പൺ. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺ. വളരെ സിമ്പിളാ അല്ലെ? മറ്റതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ടാണ് ഇത് തോന്നുന്നത് അല്ലെ? അത്ര വളരെ സിമ്പിളാണ്. കാരണം ഓൾറെഡി നമ്മൾ ഈ ഇമ്പറേറ്റീവ് സെന്റൻസ് പറഞ്ഞ ഒരിക്കലും വലിച്ചു നീട്ടിട്ട് നമ്മൾ ഒരാളോട് കമന്റ് പറയുക ഒന്നും ചെയ്യാറില്ല. കമന്റ്സ് എപ്പോഴും ഷോർട്ട് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. ഓക്കെ, ഷോർട്ട് ആൻഡ് പവർഫുൾ ആയിരിക്കും പൊതുവെ കമന്റ്സ്. അതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആയതുകൊണ്ട് തന്നെ അത് പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ നമുക്ക് എന്താണ്? അതിലും സിമ്പിൾ ആണ്. നോക്കാം. അടുത്തത് ഫിനിഷ് ദ ടാസ്ക്. എന്ത് ചെയ്യാണ്? ഫിനിഷ് ദ ടാസ്ക്. ടാസ്ക് എന്ത് ചെയ്യുക? ഫിനിഷ് ചെയ്യുക. നോക്കാം. ഫസ്റ്റ് ഇതാ ലെറ്റ് കൊടുത്തു. ലെറ്റ് കൊടുത്തു കഴിയുമ്പോൾ ദ ടാസ്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു. ഓക്കെ, ടാസ്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു, ബി കൊടുത്തു, ദെൻ V3 കൊടുത്തു. ക്ലിയർ? ലെറ്റ് ദ ടാസ്ക് ബി ഫിനിഷ്ഡ്. ക്ലിയർ? ഓക്കെ, ദെൻ ഷട്ട് ദ ഡോർ. എന്താണ്? ഷട്ട് ദ ഡോർ. ഓക്കെ, നോക്കാം. ലെറ്റ് ദ ഡോർ ബി ഷട്ട്. ഈസി അല്ലേ? ഷട്ട് ദ ഡോർ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ലെറ്റ് എടുത്തു കൊടുത്തു, ദ ഡോർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്തു കൊടുത്തു, ബി കൊടുത്തതിന് ശേഷം ഷട്ടിന്റെ V3 ഫോം തന്നെയാണ്, ഷട്ട് തന്നെയാണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, ദെൻ വാഷ് ദ ക്ലോത്ത്സ്. വാഷ് ദ ക്ലോത്ത്സ്. ക്ലോത്ത്സ് വാഷ് ചെയ്യുക. ഓക്കെ, ലെറ്റ് കൊടുത്തു, ദ ക്ലോത്ത്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു, ബി കൊടുത്തു, വാഷിന്റെ V3 ഫോം വാഷ്ഡ് കൊടുത്തു. ക്ലിയർ? ദെൻ ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ലെറ്റ് ഇവിടെ ഒബ്ജക്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ ആണ്. ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന ഒബ്ജക്റ്റ് കൊടുത്തു, ബി കൊടുക്കണം, ദെൻ V3 ഫോം കൊടുക്കണം. ബ്രിങ്ങിന്റെ V3 ഫോം ആണ് ബ്രോട്ട്. ക്ലിയർ? സോ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിൽ കമന്റ് പാസീവ് വോയിസിലോട്ട് ആക്കണമെങ്കിൽ ലെറ്റ് വേണം, ഒബ്ജക്റ്റ് വേണം, ബി വേണം, V3 വേണം. ലെറ്റ് ഒബ്ജക്റ്റ് എന്താണ് മക്കളെ? ലെറ്റ് ഒബ്ജക്റ്റ് ബി V3. മറക്കരുത്, സ്ട്രക്ചർ മറക്കരുത്. സ്ട്രക്ചർ ഓർമ്മ ഉണ്ടോ? സെന്റൻസ് സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ ഇൻ ദി കേസ് ഓഫ് നെഗറ്റീവ്. ഓക്കെ, നമ്മളിനി ഇപ്പൊ പറഞ്ഞ ലെറ്റിന്റെ കേസിൽ നെഗറ്റീവ് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുമ്പോൾ പോലും കിട്ടും. കാരണം എന്താണ്? സ്വാഭാവികമാണ്. എന്ത് ചെയ്യാം? ഇതാ ഇങ്ങനെ ഈ ബി കണ്ടോ? നിങ്ങൾ ഈ കാണുന്ന ബി, ഈ ബിയുടെ മുമ്പിലോട്ട് ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. നോട്ട് പ്ലസ് ബി ആവും. നോട്ട് പ്ലസ് ബി പറഞ്ഞാൽ നോട്ട് ബി എന്നാക്കി കൊടുക്കണം. ഇപ്പൊ നേരത്തെ എന്തായിരുന്നു? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് എന്തായിരുന്നു മക്കളെ? V3 ആയിരുന്നു അല്ലെ? ഇവിടെ നേരെ തിരിച്ച് അത് ആ സെയിം സംഭവമാണ്. അതിലോട്ട് ഒരു നോട്ട് വന്നു എന്നുള്ളൂ. നോക്കാം. ഡോൺ ബി ദ ഡോഗ്. എന്താണ്? നെഗറ്റീവ് വരുമ്പോൾ ഡൂൺ ഡസും ഡിഡും ആണല്ലോ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് വന്നത്. ഡോൺ ബീറ്റ് ദ ഡോഗ്. ഡോഗിനെ ബീറ്റ് ചെയ്യരുത്. നോക്കാം. ഫസ്റ്റ് കമന്റ് ആണല്ലോ, കമന്റ് ആണ്, നെഗറ്റീവ് കമന്റ് ആണ്. ഓക്കെ, എന്നാലും എന്ത് വേണം? ലെറ്റ് വേണം. ലെറ്റ് കഴിയുമ്പോൾ എന്ത് വേണം? ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് അവിടെ ഉണ്ടോ?
ഒബ്ജക്റ്റ് ഉണ്ട്, ലെറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ ബി ആണ്. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ആ ബിക്ക് മുമ്പ് എന്ത് കൊടുക്കും? നോട്ട് കൊടുക്കും. ദെൻ ബി കൊടുക്കും, ദെൻ V3 കൊടുക്കും. മാറ്റമൊന്നുമില്ല അല്ലെ, സിമ്പിളാണ്. അതിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു മാത്രം. നോക്കാം, ഡോൺ പണിഷർ. ഹെർ ഇങ്ങോട്ട് വരുമ്പോൾ മാറ്റം വരുന്നുണ്ടാവും, ലെറ്റ് കൊടുക്കും, ഹെർ. ഓക്കെ, ലെറ്റ് ഹെർ നോട്ട് ബി പണിഷ്ഡ്. ലെറ്റ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ടല്ല വരുന്നത്, അതുകൊണ്ടാണ് അത് ഹെർ വന്നത് കേട്ടോ. ലെറ്റ് ഹെർ നോട്ട് ബി പണിഷ്ഡ്. നോട്ട് വന്നു, ബി വന്നു, V3 ഫോം വന്നു. ഓക്കെ, ദെൻ ഡോണ്ട് ടച്ച് ഇറ്റ്. ഡോണ്ട് ടച്ച് ഇറ്റ് അതെങ്ങനെ പറയാം? ലെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വന്നു, ദെൻ നോട്ട് പ്ലസ് ബി പ്ലസ് ടച്ചിന്റെ V3 ഫോം ടച്ച്. സോ മറക്കരുത്, ലെറ്റ് ഒബ്ജക്റ്റ് നോട്ട് ബി പ്ലസ് V3. നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചറൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നോട്ട് പാഡിൽ നോട്ടീസ് ബോർഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുന്ന പരിപാടി ഉണ്ടാവുമല്ലോ, അങ്ങനെ പിൻ ചെയ്തിട്ട് വെക്കുക കേട്ടോ. ദെൻ നോക്കാം നെക്സ്റ്റ്. ഇമ്പരറ്റീവ് സെന്റൻസിൽ ഒരു സെന്റൻസ് ആണ് അഡ്വൈസ് അല്ലെ, ഉപദേശങ്ങൾ. അതും ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്, കമന്റ് മാത്രമല്ലല്ലോ അല്ലെ. ആ കേസ് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ അഡ്വൈസ് എപ്പോഴും എങ്ങനെ തന്നെ ഉണ്ടാവുക, V1 പ്ലസ് ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും. അഡ്വൈസ് ആണെങ്കിൽ ഇതാ, റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. റെസ്പെക്ട് എന്താണ്? V1 ആണ് അല്ലെ. യുവർ ടീച്ചർ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. സെന്റൻസ് വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇനി അത് എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ആ സെന്റൻസ് നോക്കണം, നോക്കിയിട്ട് ആ സെന്റൻസ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തണം. ഇത് ഒബ്ജക്റ്റ്, ഇത് കമന്റ് ആണോ, വിഷ് ആണോ, അല്ലെങ്കിൽ അഡ്വൈസ് ആണോ? കമന്റ് ആണെങ്കിൽ നിയമം വേറെയാണ്, സ്ട്രക്ചർ വേറെയാണ് അല്ലെ. ഇതെന്താണ്? അഡ്വൈസ് ആണ് അല്ലേ. റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം എന്നൊക്കെ നമ്മളോട് ഒരു അഡ്വൈസ് ആയിട്ടല്ലേ നമുക്ക് അമ്മമാരൊക്കെ തരാറുള്ളത്. സോ അഡ്വൈസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ നിയമം എങ്ങനെ വെച്ചാൽ ഒബ്ജക്റ്റ് പ്ലസ് ഷുഡ് ബി പ്ലസ് V3 ആണ്. ഓക്കെ, എന്താണ്? അഡ്വൈസ് ആയതുകൊണ്ട് എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് ഷുഡ് ബി പ്ലസ് V3 ആണ്. എന്താണ്? ഷുഡ് ബി പ്ലസ് V3 ആണ്. നോക്കാം, ഇത് അഡ്വൈസിന്റെ കേസിലാണ് കേട്ടോ. റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. ഫസ്റ്റ് വൺ യുവർ എന്ന് പറയുന്നത് യുവർ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതി. ദെൻ ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ഷുഡ് ബി, ദെൻ V3 ഫോം. സിമ്പിൾ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലസ് V3. ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലസ് V3. ഒബ്ജക്റ്റ് നേരത്തെ എന്തുണ്ടായിരുന്നു മക്കളെ? ലെറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ പഴയ പോലെ തന്നെ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് എടുത്ത് ചെയ്താ ഷുഡ് ബി കൊടുക്കുക, V3 കൊടുക്കുക. സിമ്പിൾ അല്ലെ. നോക്കാം, ലവ് യുവർ കൺട്രി. എന്താണ്? ലവ് യുവർ കൺട്രി. ഓക്കെ, നോക്കാം. യുവർ കൺട്രി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു, ദെൻ ഷുഡ് ബി കൊടുത്തു, ദെൻ ലവ്. എന്താണ്? ലവ്ഡ്. ഓക്കെ, ദെൻ ഇവിടെ ഈ സെന്റൻസിൽ ബൈയുടെ കേസ് വരുന്നില്ല കേട്ടോ. ഓക്കെ, എന്താണോ അത് അതേപോലെ V3. ഇവിടെ സബ്ജക്റ്റിനെ കാണുന്നില്ല, ഇവിടെ ഇവിടെ സബ്ജക്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ബൈ വരാത്തത്. ഓക്കെ, നോക്കാം. ദെൻ ഹെൽപ്പ് ദ പുവർ. എന്താണ്? ഹെൽപ്പ് ദ പുവർ. പുവേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അത് അഡ്വൈസ് ആണ് അല്ലെ. പുവർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മാറി സബ്ജക്റ്റ് ആയിട്ട് മാറി, ഈ ഒബ്ജക്റ്റ് എടുത്ത് എഴുതി, ദെൻ ഷുഡ് ബി എഴുതി, ഹെൽപ്പിന്റെ V3 ഫോം ആയിട്ടുള്ള ഹെൽപ്ഡ് എഴുതി. ക്ലിയർ? ഒബ്ജക്റ്റ് എഴുതി, ഷുഡ് ബി എഴുതി, ഒബ്ജക്റ്റ്, ദെൻ ഷുഡ് ബി പ്ലസ് V3. ക്ലിയർ? അപ്പോൾ അഡ്വൈസിന്റെ കേസിൽ ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലസ് V3. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റിക്വസ്റ്റ്. എന്താണ്? ഇനി റിക്വസ്റ്റ് ആണ് അല്ലെ. കമന്റ് കഴിഞ്ഞു, അഡ്വൈസ് കഴിഞ്ഞു. കമന്റിന് ലെറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മറ്റേതിന് ഷുഡ് ബി ആയിരുന്നു അല്ലെ, മറക്കരുത്. കമന്റ് കഴിഞ്ഞു, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? അഡ്വൈസും കമന്റും കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് റിക്വസ്റ്റ് ആണ് അല്ലെ. റിക്വസ്റ്റും എന്താണ്? നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഈസി മാർഗം നമ്മൾ അത് എന്താണെന്ന് നോക്കണം. ഇത് ഇമ്പരറ്റീവ് സെന്റൻസിൽ സെന്റൻസ് എന്താന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇത് അഡ്വൈസ് ആണോ, കമന്റ് ആണോ, റിക്വസ്റ്റ് ആണോ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സ്ട്രക്ചർ മാറ്റി കൊടുക്കാൻ കഴിയുക. ഓക്കെ, റിക്വസ്റ്റ് ആകുമ്പോൾ നമ്മൾ അറിയാൻ വളരെ ഈസിയാണ്. കാരണം റിക്വസ്റ്റ് എപ്പോഴും നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഒന്നുകൂടെ ഒരു കാര്യം, പ്ലീസ് ഒന്ന് എടുത്തരും, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളൂ അല്ലേ. പ്ലീസ് ഓപ്പൺ ദ ഡോർ അല്ലേ, പ്ലീസ് ക്ലോസ് ദ ഡോർ. നമ്മൾ അല്ലെങ്കിൽ കൈൻഡ്ലി അല്ലെങ്കിൽ പ്ലീസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് എന്തായിരിക്കും? റിക്വസ്റ്റ് ആയിരിക്കും. സോ റിക്വസ്റ്റ് തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് പ്ലീസ്, കൈൻഡ്ലി എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നോക്കാം. സ്വാഭാവികമായിട്ടും V1 പ്ലസ് ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും ഈ ഇമ്പരറ്റീവ് സെന്റൻസിനൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ അതിന്റെ മാറ്റം നോക്കാം.
ഇതിൽ വലിയൊരു വേർഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. യു ആർ റിക്വസ്റ്റഡ് ടു. എന്താണ് യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് പറയുന്ന ഒരു വേർഡ് ഒരു സെന്റൻസ് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അത് റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അത് പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം തുടക്കത്തിൽ. അവിടെ നമ്മൾ ലെറ്റൊക്കെ കൊടുത്ത പോലെയാണ് ഇവിടെ യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് ചേർക്കുന്നത്. നോക്കാം. പിന്നെയുള്ള ഒരു ഈസി മാർഗം, ഇവിടെ വരുമ്പോൾ മാത്രമാണ് പാസീവ് വോയിസിന്റെ ക്യാരക്ടറിന് ഒരു മാറ്റം വരുന്നത്. ഇത്രയും നമ്മൾ ടെൻസ് പഠിച്ചപ്പോഴും അഡ്വൈസ് പഠിച്ചപ്പോഴും കമന്റ് പഠിച്ചപ്പോഴും ഒക്കെ പാസീവ് വോയിസിന് ആരായിരുന്നു മക്കളെ കൂടെ ഉണ്ടായിരുന്നത്? V3 ആയിരുന്നു. പക്ഷെ ഇവിടെ മാത്രം ആണ് പാസീവ് വോയിസ് V1 ആവുന്നത്. അതിന്റെ കാരണം ദാ ഇവിടെയാണ്, റിക്വസ്റ്റഡ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം, ഇവിടെ ഓൾറെഡി V3 ആയിട്ടുള്ള റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഇവിടെ V1 വരുന്നത്. ക്ലിയർ? ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്നാണ് റിക്വസ്റ്റ് മാറ്റുക. നമുക്ക് നോക്കാം. പ്ലീസ് ക്ലോസ് ദ ഡോർ. എന്താണ് പ്ലീസ് ക്ലോസ് ദ ഡോർ? നോക്കാം. ഇവിടെ ആദ്യം നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്ലീസ്, കൈൻഡ്ലി ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ആദ്യം നമ്മൾ അങ്ങ് എടുത്ത് കളയുക. പിന്നെ അവിടേക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. ആക്റ്റീവ് വോയിസിൽ പ്ലേസോ കൈൻഡ്ലിയോ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. പാസീവ് വോയിസിലെ ഒരു കാര്യം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടി. എന്താണ്? അതങ്ങ് എടുത്ത് കളയണം എന്നുള്ള നിയമം നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ പ്ലീസ് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? എടുത്ത് കളയും. ഇത് നമുക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്കുള്ളത് ആകെ ഇതാണ്, ക്ലോസ് ദ ഡോർ. ഒരു V1 ഉണ്ട്, ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ഒരു V1 ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ ഉള്ളൂ. നോക്കാം. ഇനി നമുക്ക് ആദ്യം എന്ത് വേണം? നിയമപരമായിട്ട് നമ്മുടെ സ്ട്രക്ചർ എന്താണ്? യു ആർ റിക്വസ്റ്റഡ് ടു. യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് പറഞ്ഞ നിയമം കൊടുത്തു. ഇനി ഒന്നും നോക്കണ്ട മക്കളെ, ഇനി അങ്ങോട്ട് നിയമങ്ങളൊന്നുമില്ല. ഇതാ ഈ ക്ലോസ് ദ ഡോർ എന്ന് പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അത് അതേപോലെ എടുത്ത് എഴുതുക. ക്ലോസ് ദ ഡോർ. എന്താ സിമ്പിൾ അല്ലേ? സിമ്പിളാ. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് എന്ത് ചെയ്യും മക്കളെ? വേണ്ട. ഓക്കെ, ദെൻ ഹെൽപ്പ് മീ ഉണ്ട്. അതിന് മുമ്പിലോട്ട് യു ആർ റിക്വസ്റ്റഡ് ടു ഹെൽപ്പ് മീ. വളരെ ഈസി അല്ലേ? ഇനി ഇങ്ങോട്ടൊന്നും നിങ്ങൾക്ക് താഴോട്ടൊന്നും നിങ്ങൾക്ക് ഇനി പഠിക്കുക വേണ്ട അല്ലെ? എന്താണ്? സ്വിച്ച് ഓഫ് ദ ഫാൻ. യു ആർ റിക്വസ്റ്റഡ് ടു എന്താണ് മക്കളെ? സ്വിച്ച് ഓഫ് ദ യു ആർ റിക്വസ്റ്റഡ് ടു സ്വിച്ച് ഓഫ് ദ ഫാൻ അല്ലെ? ക്ലിയർ? ഓക്കെ, ദെൻ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് നമ്മളങ്ങ് കളയും. ദെൻ സ്റ്റാൻഡ് അപ്പ് ഫ്രം മൈ സീറ്റ് അല്ലെ? എങ്ങനെ എടുക്കും? യു ആർ റിക്വസ്റ്റഡ് ടു എന്താണ് ബാക്കി കൊടുക്കേണ്ടത്? സ്റ്റാൻഡ് അപ്പ് ഫ്രം മൈ സീറ്റ്. അതേപോലെ കൊടുക്കണം അല്ലെ? എന്താ ഇപ്പൊ ഇതിൽ പഠിക്കാനുള്ളത്? ഒന്നുമില്ല. യു ആർ റിക്വസ്റ്റഡ് ടു എഴുതണം എന്ന് മാത്രം അല്ലെ? വെരി സിമ്പിൾ. ഓക്കെ, ദെൻ നെഗറ്റീവ് വരുമ്പോഴും നോക്കാട്ടെ. നെഗറ്റീവ് വരുമ്പോൾ എന്താ? ഒരു നോട്ട് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഒരു നോട്ട് എന്ന് പറയുന്ന വാക്ക് ചേർക്കണം. നോക്കാം. ഡോണ്ട് സ്മോക്ക്. എന്താണ്? ഡോണ്ട് സ്മോക്ക്. നോക്കാം. യു ആർ റിക്വസ്റ്റഡ് ടു നോട്ട് ടു സ്മോക്ക്. എന്താണ്? ഈ ഡോണ്ടിൽ നിന്ന് നമ്മൾ എന്തെടുത്തു മക്കളെ? നോട്ട് എടുത്തു കേട്ടോ. അപ്പോ നോട്ട് ടു സ്മോക്ക്. ക്ലിയർ? ഓക്കെ, ദെൻ കൈൻഡ്ലി പേ യുവർ ഫീസ്. കൈൻഡ്ലി നമ്മൾ ഒഴിവാക്കും അല്ലെ? നമ്മൾ കൈൻഡ്ലി വേണ്ട. ദെൻ പേ യുവർ ഫീസിന്റെ മുമ്പിലോട്ട് യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് ചേർത്തിട്ട് പേ യുവർ ഫീസ് എന്ന് കൊടുക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് നോട്ട് ചെയ്തിരുന്നുണ്ട്. വെൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് വെർബ് ഈസ് നോട്ട് മെൻഷൻഡ് സ്റ്റാർട്ട് വിത്ത് യു. എന്താണ് മക്കളെ? ഇതാ, when the object of the active voice is not mentioned, I mean ഇതിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ, ഐ മീൻ ഇവിടെ കണ്ടോ, നമ്മളിവിടെ ഒബ്ജക്റ്റ് ഇവിടെ വന്നാലല്ലേ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലല്ലേ മക്കളെ അതിങ്ങോട്ട് സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഒബ്ജക്റ്റ് കാണുന്നില്ല. അപ്പൊ ഇവിടെ വർക്ക് ഹാഡ്, ഇതിൽ ഒബ്ജക്റ്റ് ഉണ്ടോ, സബ്ജക്റ്റ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്? യു യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ യു ആണ് യൂസ് ചെയ്യുക. ഐ മീൻ ഒബ്ജക്റ്റ് നമ്മുടെ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആക്റ്റീവ് വോയിസിലോട്ട് നമുക്ക് സബ്ജക്റ്റിനെ കിട്ടൂലല്ലോ. അപ്പൊ ആ സ്ഥാനത്തേക്ക് നമ്മൾ യു എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കുക. നോക്കാം. വർക്ക് ഹാഡ്, യു ആർ അഡ്വൈസ്ഡ് ടു. അപ്പൊ ഇത്രയും കാലം യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഡ്വൈസ് ആയോന്നായിരിക്കും അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, പറഞ്ഞു വന്ന സെന്റൻസ് റിക്വസ്റ്റ് ആണോ അഡ്വൈസ് ആണോ ഓർഡർ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതിന്റെ മീനിങ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്കത് റിക്വസ്റ്റ് ആയിട്ട് തോന്നില്ലേ? വേണ്ട. നിങ്ങൾക്കത് അഡ്വൈസ് ആയിട്ട് തോന്നി, നിങ്ങൾ യു ആർ അഡ്വൈസറി ടു ഇട്ടോളി. ഇനി നിങ്ങൾക്കിപ്പോൾ ഈ വർക്ക് ഹാഡ് എന്ന് പറഞ്ഞത് വർക്ക് ഹാഡ്
കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കമന്റ് ചെയ്ത് ഓർഡർ ചെയ്തേക്കാണ് യു ആർ ഓർഡേർഡ് എന്ന് നിങ്ങൾ കൊടുത്തോളൂ. അത് വായിക്കുന്ന വ്യക്തിയുടെ അതിനനുസരിച്ചും അതുപോലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അഡ്വൈസ് പോലെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഗെറ്റ് ഔട്ട് അല്ലെ, ഗെറ്റ് ഔട്ട്, യു ആർ അഡ്വൈസ്ഡ് ടു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പതുക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ. യു ആർ അഡ്വൈസ്ഡ് ടു ഗെറ്റ് ഔട്ട് കൊടുക്കാം, യു ആർ ഓർഡേർഡ് ടു ഗെറ്റ് ഔട്ട് എന്ന് കൊടുക്കുക. അത് നമ്മുടെ ഇതിനനുസരിച്ചിരിക്കും. സോ സെന്റൻസ് പിന്നെ അതുപോലെ തന്നെ കൊടുക്കുകയാണ്, അതേപോലെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ യു ആർ അഡ്വൈസ്ഡ് ടു എന്നോ അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് ടു എന്നോ യു ആർ റിക്വസ്റ്റഡ് ടു എന്നോ അതൊക്കെ ആ സെന്റൻസിന്റെ സൗണ്ടിനനുസരിച്ചും സെന്റൻസ് എന്താണോ അതിന്റെ മീനിങ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ക്ലിയർ? ദെൻ ഗെറ്റ് അപ്പ് ഏർലി. ഗെറ്റ് അപ്പ് ഏർലി ഇതൊക്കെ എന്താ മക്കളെ? ഗെറ്റ് അപ്പ് ഏർലി നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് എന്നും പറയും അല്ലേ. ഗെറ്റ് അപ്പ് ഏർലി എന്ന് നമ്മളോട് വന്നിട്ട് പറയാറില്ലേ, പ്ലീസ് ഗെറ്റ് അപ്പ് ഏർലി ഒന്ന് നേരത്തെ എണീക്കാൻ പറയാറുണ്ട് അല്ലേ. ഇനി അത് കുറച്ച് കമന്റ് ആയിട്ടും നിങ്ങൾക്ക് നല്ല അഡ്വൈസ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ യു ആർ അഡ്വൈസ് എന്ന് നിങ്ങൾ കൊടുത്തോളൂ. കമന്റ് ആണെങ്കിൽ യു ആർ കമന്റഡ് ടു, അല്ലെങ്കിൽ നിങ്ങൾ യു ആർ റിക്വസ്റ്റഡ് ടു അല്ലെ, യു ആർ ഓർഡേർഡ് ടു എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അത് അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതും. ഗെറ്റ് അപ്പ് ഏർലി. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ബി കെയർഫുൾ. ഇതെന്തായാലും ഇപ്പൊ നമ്മൾ കുറച്ച് സ്ട്രോങ്ങിൽ പറയില്ലല്ലോ അല്ലെ. ബി കെയർഫുൾ എന്ന് നമ്മൾ പറയും, ശ്രദ്ധിക്കാൻ പറയും അല്ലെ. അതെന്താണ്? ഒരു അഡ്വൈസ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ റിക്വസ്റ്റ് മാറ്റും. റിക്വസ്റ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്തു, യു ആർ അഡ്വൈസ്ഡ് ടു എന്ന് കൊടുത്തിട്ട് ബി കെയർഫുൾ എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ? ദെൻ ഡോണ്ട് സ്മോക്ക്. ഡോണ്ട് സ്മോക്ക് എന്താണ്? യു ആർ അഡ്വൈസ്ഡ് ടു നോട്ട് ടു സ്മോക്ക്. എന്താണ്? നെഗറ്റീവ് വന്നപ്പോ എന്ത് വന്നു മക്കളെ? നോട്ട് വന്നു. ക്ലിയർ അല്ലേ? നോക്കാം. സോ യു ആർ അഡ്വൈസ്ഡ് ടു എന്ന് പറയുന്ന ഒരു ഇത് വന്നു. അതുപോലെ ലെറ്റ്, നമ്മൾ കമന്റ് വരുമ്പോൾ ലെറ്റിന്റെ കേസ് പറഞ്ഞു, അതുപോലെ ഷുഡ് ഹാവിന്റെ കേസും വന്നു. അതുപോലെ തന്നെ യു ആർ റിക്വസ്റ്റഡ് ടു, യു ആർ അഡ്വൈസ്ഡ് ടു, യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് പറയുന്ന ഇതുണ്ടല്ലോ. അത് എപ്പോഴും നമ്മൾ എക്സാമിന് വരും. നിങ്ങൾക്കറിയാം ഇമ്പരേറ്റീവ് സെന്റൻസ് ലെറ്റ് ദം ഗോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അല്ലേ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതും വരാറുണ്ട്. ഏത്? യു ആർ അഡ്വൈസ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന അഡ്വൈസ് ചെയ്യുന്നതൊക്കെ വരാറുണ്ട്. സുഖമാണ്. യു ആർ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക് നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. ടെൻസിന്റെ ആയിട്ടും കൂടുതൽ ആ ഭാഗത്തുനിന്നും വരാറുണ്ട്. ഓക്കെ, നോക്കാം. ദെൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? ഇപ്പൊ നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസിലുള്ള പാസീവ് വോയിസിന്റെ ഒരു ചേഞ്ച് ആണ് കണ്ടത്. ഇനി നമുക്ക് പാസീവ് വോയിസിനെ ഇന്ററോഗേറ്റീവ് സെന്റൻസിലോട്ട് നോക്കാം. എന്താണ്? ക്വസ്റ്റ്യൻസ് അല്ലെ, WH ക്വസ്റ്റ്യൻസും അതുപോലെ yes or no ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലെ. ഇനി ഒരു സെന്റൻസ് ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇനി WH ക്വസ്റ്റ്യൻസിലോട്ട് WH ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു സെന്റൻസ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അതുപോലെ yes or no ക്വസ്റ്റ്യൻസും പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ yes or no ക്വസ്റ്റ്യൻസ്. ഓക്കെ, yes or no ക്വസ്റ്റ്യൻസ് ടു പാസീവ് വോയിസ്. ഞാൻ വീണ്ടും പറയാണ് മക്കളെ, എന്താ പറയാ, നിങ്ങൾ ടെൻസിന്റെ ക്ലാസ് ക്ലിയർ ആയിട്ട് കാണണം കേട്ടോ. ടെൻസിന്റെ ക്ലാസ് ക്ലിയർ ആയിട്ട് കാണാതെ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് അങ്ങോട്ട് കിട്ടിപ്പോവില്ല. ഓക്കെ, അതുപോലെ ടെൻസിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ കാണേണ്ടത് ഈ ക്ലാസ് അല്ല, ഇതിനു മുമ്പ് ഞാൻ കൊടുത്ത ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെ ഒരു ബേസ് ക്ലാസ് ഉണ്ട്, അതും കൂടെ കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ സെന്റൻസിലോട്ടൊക്കെ ഈ ക്ലാസ്സിലോട്ട് കടക്കാൻ പാടുള്ളൂ കേട്ടോ. നോക്കാം. yes or no questions to passive voice. First one, it starts with is, am, are, was, were, has, have, had, do, does, did. ഇങ്ങനെ മോഡൽ ഓഫ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. yes or no ആണോ? ഈസ് ആമോ അല്ലെ, ആയിരുന്നോ, ആണോ, അല്ലേ, ഉണ്ടോ, ഇല്ലേ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴുള്ളൂ എസ് നോയൊക്കെ മറുപടി കൊടുക്കാൻ കഴിയും. അപ്പം yes or no ക്വസ്റ്റ്യൻ വരണം എന്നുണ്ടെങ്കിൽ ആരൊക്കെ വരണം മക്കളെ ഫ്രണ്ടിൽ? ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, അതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസ് ഒക്കെ അല്ലെ. ഇതൊക്കെ വരുമ്പോ എന്ത് വരും മക്കളെ? yes or no ആൻസർ ആയിട്ട് വരും. നോക്കാം, എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഡസ് ഹി ഈറ്റ് എഗ്. എന്താണ്? ഡസ് ഹി ഈറ്റ് എഗ്സ് അല്ലെ, അവൻ എഗ് കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. അതിന്റെ ആക്റ്റീവ് വോയിസിന്റെ കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞ്. ഓക്സിലറി വെർബാണ്. ദെൻ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഈറ്റ് എന്ന് പറയുന്ന വെർബ്, എഗ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ്. ഓക്കെ, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ. അപ്പോ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഓർക്കാം,
ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് മാത്രം ഞാൻ സിമ്പിൾ എന്ന് കൊടുത്തതാണ്. വേറെയും ടെൻസിന്റെ കേസ് വരുന്നുണ്ട്. സോ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആക്റ്റീവ് വോയിസിന്റെ ഒരു സെന്റൻസ് ആണിത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ല എന്നിരിക്കട്ടെ, ക്വസ്റ്റ്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഈറ്റ് എഗ് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ? അപ്പോൾ എങ്ങനെയാ വരിക? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടായപ്പോൾ അതിന്റെ മുകളിലോട്ടൊരു ഓക്സിലറി വെർബ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ഇനി ഇത് നേരെ നമ്മൾ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോഴുള്ള വ്യത്യാസം നോക്കാം. വ്യത്യാസം ഒന്നുമല്ല, എന്തെന്നെയാണ്? ഓക്സിലറി വെർബ് നേരെ ഇങ്ങോട്ട് വരണം. ഓക്കെ, ഡെസ് എന്ന് പറയുമ്പോൾ നേരെ അതല്ല വരിക കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസ് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെസ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആറ് അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റിയപ്പോൾ ഉള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു മക്കളെ സ്ട്രക്ചർ? ഒന്ന് പറഞ്ഞ്, എന്തായിരുന്നു? ഈസ്, ആം, ആറായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എഗ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈസ് ആണ് വരിക. ഓക്കെ, അതാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈസ് വരും. ഓക്കെ, ദെൻ എന്ത് വരും? നമ്മുടെ ഒബ്ജക്റ്റ്, എപ്പോഴും പോലെ തന്നെ ഒബ്ജക്റ്റ് ആണല്ലോ ഇവിടെ സബ്ജക്റ്റ് വരിക. ഓക്കെ, ദെൻ അത് കൊടുക്കും. ദെൻ അടുത്തതായിട്ട് എന്ത് വരും മക്കളെ? V3. ഇതാ ഈറ്റിന്റെ V3 ഫോം ആയിട്ടുള്ള ഈറ്റൻ വരും. ദെൻ സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ് വരും. ഓക്കെ, ബൈ പ്ലസ് സബ്ജക്റ്റ് വരും. അപ്പൊ ആദ്യം ഓക്സിലറി വെർബ് വരുന്നു, എഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇവിടെ വരുമ്പോൾ സബ്ജക്റ്റ് ആയതുകൊണ്ടാട്ടോ അങ്ങനെ കൊടുത്തത്. ദെൻ V3 വരുന്നു, ദെൻ ബൈ വരുന്നു, ദെൻ സബ്ജക്റ്റ് വരുന്നു. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിനു മുമ്പുള്ള ക്ലാസ് കണ്ടവർക്ക് അറിയാം. സിമ്പിൾ പ്രസന്റ് ടെൻസിന് കൊടുത്തത് എന്താണോ അതേപോലെ തന്നെയുള്ളൂ ഇവിടെയും കൊടുത്തിട്ട്. ഇവിടെ വന്നത് എന്താന്ന് വെച്ചാൽ ഈ ഓക്സിലറി വെർബ് ഫ്രണ്ടിൽ കിടന്നു എന്നുള്ളൂ. ശരിക്കും സബ്ജക്റ്റ് സെന്റൻസ് ആയിരുന്നെങ്കിൽ ഈ ഒബ്ജക്റ്റിന് തൊട്ട് ശേഷമാണ് ഓക്സിലറി വെർബ് വരിക അല്ലെ? സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പാസീവിലോട്ട് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഓക്സിലറി വെർബ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒബ്ജക്റ്റിന്റെ മുമ്പിലോട്ട് ഓക്സിലറി വെർബ് ഇട്ടു. അത്രയേ ഉള്ളൂ മാറ്റം. ഓക്കെ, ക്ലിയർ? നോക്കാം. ഡു യു മേക്ക് ടീ എന്താണ്? ഡു യു മേക്ക് ടീ. ഡു യു മേക്ക് ടീ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ സെന്റൻസ് ഏതാണെന്നൊന്ന് ഫിക്സ് ചെയ്യണം ആദ്യം. അതാണ് ആദ്യം വേണ്ടത്. ഏതാണ് ടെൻസ് ഏതാന്ന് അറിയണം. ഡു യു മേക്ക് ടെൻസ്. ഡൂവും ഡെസ്സും ആണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, അത് എന്താണ്? ഡു ഡെസ് വന്നാൽ സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ടെൻസ് ക്ലിയർ ആയി. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ടെൻസ് ക്ലിയർ ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വേറൊരു കാര്യം കൂടെ വരണം. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ സെന്റൻസ് ഇങ്ങനെ കാണുമ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ആണ് എന്നുള്ളത് ഒറ്റയടിക്ക് നിങ്ങളുടെ മൈൻഡിൽ വരണം. കാരണം ഡു ഉണ്ട്. അപ്പൊ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഉള്ള നിയമം ഈസ്, ആം, ആറായിരുന്നു അല്ലെ? ഈസ്, ആം, ആറായിരുന്നു. ഇത്രയായിരുന്നു നിയമം ഉണ്ടായിരുന്നു. പ്ലസ് V3 പിന്നെ പറയേണ്ട ആവശ്യമില്ല, എന്തായാലും V3 വേണമല്ലോ. ഓക്കെ, നോക്കാം. ഡു യു മേക്ക് ടീ. ഡു യു മേക്ക് ടീ ഇതിൽ നമുക്ക് നോക്കാം. ഇതിവിടെ നിൽക്കട്ടെ. യു ഒക്കെ നമുക്ക് അതേപോലെ തന്നെ കണ്ടുപിടിക്കാം. സബ്ജക്റ്റ് കണ്ടുപിടിച്ചു, മേക്ക് എന്ന് പറയുന്ന വെർബ് കണ്ടുപിടിച്ചു, ടീ എന്ന് പറയുന്ന ഒബ്ജക്റ്റും കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ പഴയ പോലെ തന്നെ എഴുതണം. പക്ഷേ ഇത് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം കൊടുക്കരുത്. ഒബ്ജക്റ്റിന് മുമ്പായിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്? ഓക്സിലറി വെർബിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുക്കണം. അപ്പൊ എന്താണ് ഓക്സിലറി വെർബ്? ഇവിടെ മേക്ക് ആണ് വന്നിട്ടുള്ളത് മക്കളെ. മേക്ക്, യു മേക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ ടീ ആണ് ഇവിടെ കൊടുക്കുക. അപ്പൊ തൊട്ട് ബേക്ക് കൊടുക്കുന്ന ഒബ്ജക്റ്റ് എന്താന്നുള്ളത് നല്ല ബോധം വേണം. ആ ടീ ആയതുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നിട്ടുള്ളത്. ഈസ് അവിടെ വന്നത് അത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സെന്റൻസ് ആയതുകൊണ്ടാണ്. ദെൻ മേക്കിന്റെ V3 ഫോം ആണ് മെയ്ഡ്, ദെൻ ബൈ, ദെൻ യു. ക്ലിയർ? അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അത് മാറുന്നു. ഓക്സിലറി വെർബ് ആദ്യം വരുന്നു, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് വരുന്നു, V3 വരുന്നു, ബൈ വരുന്നു, സബ്ജക്റ്റ് വരുന്നു. ക്ലിയർ? സിമ്പിൾ പ്രസന്റിന്റെ കേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ പറഞ്ഞത്. ഇനി അടുത്തത് ഡിഡ് കണ്ടോ പാസ്റ്റ് അല്ലെ? അങ്ങനെ അങ്ങോട്ട് പറയാൻ കിട്ടണം. ഇപ്പൊ ഡിഡ് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് കാണുന്നതോടുകൂടി നിങ്ങളെ മൈൻഡിൽ എന്ത് വരണം?
എന്ത് വരണം മക്കളെ? വാസ് ഓർ വേർ വരണം അല്ലെ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് എന്നുണ്ടെങ്കിൽ വാസ് ഓർ വേർ വരണം. സിമ്പിൾ പ്രസന്റ് കണ്ടപ്പോൾ ഈസ്, ആം, ആർ വന്ന പോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വാസ്, വേർ പ്ലസ് V3 ആണെന്നുള്ള നിയമമൊക്കെ ഓർമ്മയിലോട്ട് ഇങ്ങോട്ട് വരണം. അത് വരണമെങ്കിൽ മുമ്പത്തെ ക്ലാസ് കണ്ടത് അതേപോലെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. പഠിച്ചാൽ മാത്രമേ ഇത് മൈൻഡിലോട്ട് വരികയുള്ളൂ. ഓക്കെ, ക്ലിയർ? ഡിഡ് ദ ക്യാറ്റ് കിൽ ദ മൗസ്? ഡിഡ് ദ ക്യാറ്റ് കിൽ ദ മൗസ്? നോക്കാം. ദ മൗസ് എന്താണ് ഇവിടെ? ഡിഡ് ദ ക്യാറ്റ് കിൽ ദ മൗസ്. ഡിഡ് ഉണ്ടാകുമ്പോൾ കില്ലേ വരുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ. ഡിഡ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ V1 തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. നോക്കാം. ദ മൗസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ആദ്യം എടുത്ത് ഇത് അറിയാലോ. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പിലോട്ട് ആരെ കൊടുക്കണം? ഓക്സിലറി വെർബിനെ കൊടുക്കണം. ഇത് പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വാസോ വേറോ വരുള്ളൂ. മൗസ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയത്, സിംഗിൾ ആയിട്ടുള്ള ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ എന്ത് വരും? വാസ് വരും. അപ്പൊ ആ വാസ് അങ്ങോട്ട് കൊടുക്കുക. ദെൻ സാധാരണ പോലെ തന്നെ മൗസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, കില്ലഡ് എന്ന് പറയുന്ന V3, ബൈ എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന ദ ക്യാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ക്ലിയർ? സിമ്പിൾ ആണ്. അതിൽ ഓക്സിലറി വെർബ് ഒന്ന് ഫ്രണ്ടിലോട്ട് കൊടുക്കണം എന്നുള്ള ഒരു നിയമം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ദെൻ അടുത്തത്. ഡിഡ് കൊളംബസ് ഡിസ്കവർ അമേരിക്ക? കൊളംബസ് ഡിസ്കവർ അമേരിക്ക. ഓക്കെ, കൊളംബസ് അല്ലേ അമേരിക്ക കണ്ടുപിടിച്ച മക്കളെ? നോക്കാം. ക്വസ്റ്റ്യൻ ഡിഡ് ആണ്. ഡിഡ് വന്നപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. സെന്റൻസ് സിമ്പിൾ എന്താണ് മക്കളെ? സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും? വാസ് ഓർ വേർ വേണം. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയിട്ട് മൈൻഡിൽ വന്നു. ഇനി നോക്കാം. കൊളംബസ് ആണ് ഇവിടുത്തെ എന്ത്? ഡിസ്കവർ ആണ് ഇവിടുത്തെ വെർബ്, ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. കൊളംബസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സെന്റൻസ് മാറ്റാം. ഒബ്ജക്റ്റ് എടുത്തിട്ട് എഴുതുന്നതിന് മുമ്പ് ഓക്സിലറി വെർബ് കൊടുക്കണം. മുമ്പ് ആര് കൊടുക്കണം? ഓക്സിലറി വെർബ്. സിമ്പിൾ പാസ്റ്റ് ആണ്. കൊളംബസ് എന്താണ് മക്കളെ? ഒന്നാണ്, വാസാണ് അല്ലെ. സോ വാസ് കൊടുത്തു. അമേരിക്ക എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്താണ്? സിംഗിൾ ആണ്. അപ്പോൾ വാസ് കൊടുത്തു. അമേരിക്ക ഡിസ്കവേർഡ്, V3 കൊടുത്തു. ബൈ കൊളംബസ് അല്ലെ. വാസ് അമേരിക്ക ഡിസ്കവേർഡ് ബൈ കൊളംബസ്. ക്ലിയർ? ഓക്കെ, ദെൻ ഈസ് ദ ഡോക്ടർ ട്രീറ്റിംഗ് ദ പേഷ്യന്റ്? ഈസ് ദ ഡോക്ടർ ട്രീറ്റിംഗ് ദ പേഷ്യന്റ്. ഈ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മക്കളെ ഓർമ്മ വരുന്നത്? ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ. ഈ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ വരണം കേട്ടോ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇതെങ്ങനെ ഓർമ്മ വരിക? ദ ഈസ് ഇവിടെ ഉണ്ട് അല്ലേ. ട്രീറ്റിംഗ്, ഈസ് പ്ലസ് ING ഉണ്ട് അല്ലേ. ദ ഡോക്ടർ ഈസ് ട്രീറ്റിംഗ് ദ പേഷ്യന്റ് ആണ് അല്ലെ. അത് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് കൊടുത്തു എന്നുള്ളൂ. നോക്കാം. ഈസ് ദ പേഷ്യന്റ്. ഓക്കെ ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് ഞാൻ എഴുതി. പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെന്റൻസ് പാസീവ് വോയിസിൽ നിന്നും ആക്റ്റീവ് വോയിസിലോട്ട് ആക്കണമെങ്കിൽ എന്തായിരുന്നു മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കണ്ടത് ഓർമ്മ വേണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ് കണ്ടത് ഓർമ്മ വേണം. ആ ക്ലാസ് കംപ്ലീറ്റ് ഇതിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്കത് ഓർമ്മ വേണം. പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെന്റൻസ് പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് എന്ന് പറയും. എന്നിട്ടാണ് V3 വരിക. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, ഈ സാധനം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇതിന് മുമ്പിലോട്ട് ഒരു ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബ് ചേർക്കുന്ന ഒരു ഡ്യൂട്ടിയെ വരുന്നുള്ളൂ. നോക്കാം. സോ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാണ്? ദ പേഷ്യന്റ് ആണ്. അത് ഇങ്ങോട്ട് കൊടുത്തു. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആദ്യം എന്ത് വേണം? ഓക്സിലറി വെർബ് വേണം. ഡൗട്ട് ഒന്നും വേണ്ട. ദ പേഷ്യന്റ് എന്ന് പറഞ്ഞത് ഒരാളായത് കൊണ്ട് നമ്മൾ ഇവിടെ ഈസ് ഇങ്ങോട്ട് ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ഈസ് ഇവിടെ വരുമ്പോൾ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ട്രീറ്റിംഗ് ഇവിടെ വന്നപ്പോൾ എന്ത് വന്നു മക്കളെ? ബീയിങ് കൊടുക്കണം. ഓക്കെ, ഈസ് കൊടുത്തതിന് ശേഷം ഒബ്ജക്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? ബീയിങ് കൊടുക്കുന്നത്. സ്ട്രക്ചർ ശ്രദ്ധിക്കണം. ദെൻ V3 കൊടുക്കുന്നു. ദെൻ ബൈ ദ ഡോക്ടർ, ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ? ടെൻസ് അറിയൽ നിർബന്ധമാണ് കേട്ടോ.
ദെൻ പ്രസന്റ് കണ്ടിന്യൂസ്, ഐ മീൻ തൊട്ട് മുമ്പുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു, അതിവിടെ എഴുതിയേ ഉള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ്. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നേ ഉള്ളൂ. ഈസ് ദ ഡോക്ടർ ട്രീറ്റിംഗ് ദ പേഷ്യന്റ്? എന്താണ് ഈസ് ദ ഡോക്ടർ ട്രീറ്റിംഗ് ദ പേഷ്യന്റ്? നോക്കാം എന്താണ് ഈസ് എന്ത് ചെയ്തു മക്കളെ, അതേപോലെ വരും. ദ പേഷ്യന്റ് ഒബ്ജക്റ്റ് വന്നു, ബീയിങ് വന്നു, V3 ഫോം വന്നു, ബൈ ദ ഡോക്ടർ വന്നു. ക്ലിയർ? പ്രസന്റ് കണ്ടിന്യൂസ്. ക്ലിയർ അല്ലേ? നോക്കാം അടുത്തത്. അതിന്റെ ഫോമാണ് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് ആയിരിക്കും. ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ മാത്രം അതിന് മുമ്പിലോട്ട് ഒരു ഓക്സിലറി വെർബ് വന്നു, ദെൻ ഒബ്ജക്റ്റ്, ബീയിങ്, V3 ബൈ സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? നോക്കാം ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്? കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യനിലോട്ട് നിങ്ങളൊന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് കിട്ടും. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് വരും? പ്രസന്റ് കണ്ടിന്യൂസ് പാസയിലോട്ട് മാറ്റാൻ ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് വേണമെന്ന് കിട്ടും. ഇത്രയും കിട്ടുന്നതോട് കൂടി ഇതിന്റെ ആൻസറും കിട്ടും. നോക്കാം എന്താണ് ഈ ആറ് ഓക്സിലറി വെർബ് ആദ്യം കൊടുക്കണം അല്ലെ. ക്വസ്റ്റ്യൻസിനെ നമ്മൾ നേരെ മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് അല്ല കൊടുക്കുക, ക്വസ്റ്റ്യൻസിനെ മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻസിനെ വരണം. അതിലെ ഓക്സിലറി വെർബിന് 6 കൊടുത്തു. ഈസ് ഒന്നും ആയിട്ടില്ല, കാരണം ഇവിടെ ക്രിക്കറ്റ് ഈസ്, ഈസ് പ്ലേയിങ്, ക്രിക്കറ്റ് ബീയിങ്, പ്ലേയിഡ് ബീയിങ് വരും, ദെൻ പ്ലേയിഡ് എന്ന് പറയുന്ന V3 വരും, ദെൻ ബൈ ദം. ദം എങ്ങനെയാ വന്നത് മക്കളെ? ദേ എന്തായി മാറി? ദം ആയിട്ട് മാറി. ക്ലിയർ? നോക്കാം അടുത്തത്. ഈസ് റീനു റൈറ്റിംഗ് ഹോംവർക്ക്? എന്താണ് റീനു റൈറ്റിംഗ് ഹോംവർക്ക്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. റീനുസ് റൈറ്റിംഗ് ഹോംവർക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻ അതേപോലെ കൊടുക്കാം, കാരണം ഈസ് തന്നെ ആയിരിക്കും, കാരണം ഹോംവർക്ക്. ക്ലിയർ അല്ലേ? ദെൻ ഈസിന്റെ കൂടെ എന്ത് വരും മക്കളെ? ബീയിങ് വരും. എന്താണ് ഈസ് പ്ലസ് ബീയിങ് വരും. ദെൻ V3 ഫോം ആയിട്ടുള്ളത് വരും, V3 ഫോം ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ, ഈസിയാണ് അല്ലെ? ഒരു ഓക്സിലറി വെർബ് മുമ്പിൽ കൊടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ. ഇതൊന്ന് പറഞ്ഞാൽ പോലെ ഇതിന് ഇത്രയും ക്ലാസ് എടുക്കണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലെ. ഒരു മാറ്റവും വരുന്നില്ലല്ലോ അല്ലെ, നമ്മൾ പഠിച്ച മുമ്പത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു മാറ്റവും വരുന്നില്ല, മുമ്പിൽ ഒരു ഓക്സിലറി വെർബ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. ദെൻ അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു? ഈസ്, ആം, ആർ കഴിഞ്ഞു. ദെൻ ഹാസ്, ഹാവ്, ഹാഡ്, ഐ മീൻ ഇതെന്താണ് മക്കളെ? പെർഫെക്റ്റ് ടെൻസുകൾ അല്ലെ, പാസ്റ്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റും. നോക്കാം ആദ്യം നമുക്ക് പെർഫെക്റ്റ് ടെൻസിലെ ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് ബീൻ ആയിരിക്കും അല്ലെ. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി അറിയാം. ഹാസും ഹാവും ഹാഡും വന്നാൽ ബീൻ പ്ലസ് V3 ആയിരിക്കും. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി മാറ്റം വരുന്നത്, ഒരു മാറ്റവും വരുന്നില്ല, ആ ഓക്സിലറി വെർബ് മുമ്പിലോട്ട് വരുന്നു എന്ന് മാത്രം. എങ്ങനെ? ഓക്സിലറി വെർബ് ഇവിടെ ശരിക്കും ഇത് പാസീവ് വോയിസിലാകുമ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് V3 അല്ലെ, V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്, ഇങ്ങനെയാണല്ലോ വരിക അല്ലെ. ഇങ്ങനെ ആയിരിക്കും വരിക അല്ലെ. ഹാസ്, ഹാവ് പ്ലസ് ഇവിടെ ആര് വരും? ഇവിടെ ഒരു ഒബ്ജക്റ്റും ഉണ്ടാവും അല്ലെ. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ സബ്ജക്റ്റ് അല്ലേ. ഇനി നേരെ അത് ക്വസ്റ്റ്യനിലോട്ടാകുമ്പോൾ ഒരു മാറ്റം വരുന്നില്ല. ഈ ഒബ്ജക്റ്റിന്റെ മുമ്പിലോട്ടാണ് ആര് വരുന്നത്? ഈ ഓക്സിലറി വെർബ് വരുന്നത്. ഒരു മാറ്റവും ഇല്ല, അത്രേ ഉള്ളൂ മാറ്റം. ഓക്കെ നോക്കാം. ഹാസ് റീന റിട്ടൺ ഹോംവർക്ക്? നോക്കാം. റീന സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇങ്ങോട്ട് കൊണ്ടുവരാം ഒബ്ജക്റ്റ്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ബോധം വേണം, ആ ഒബ്ജക്റ്റിന് മുമ്പായിട്ടാണ് ആര് വരേണ്ടത്? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇവിടുത്തെ ഓക്സിലറി വെർബ് വരണം. ഹോംവർക്ക് ഒരു സംശയം വേണ്ട, ഹാവ് ഒന്നും വരില്ല, ഒരാളെ ഉള്ളൂ, അപ്പൊ ഹാസ് തന്നെ വരും. നോക്കാം. ദെൻ ഹാസ് ഹോംവർക്ക്. എന്താണ്? ഹാസ് വരുമ്പോൾ എന്ത് വരും മക്കളെ? ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 വന്നു. ദെൻ ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ? ഓക്കെ. ദെൻ ഹാസ് രാജു ലേൺ ഇംഗ്ലീഷ്? ക്ലിയർ ആണ് അല്ലെ. നോക്കാം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഇവിടെ കൊടുക്കും, അതിന് മുമ്പായിട്ട് ആര് വരണം? ഈ കാണുന്ന ഹാസ് അതേപോലെ ഫ്രണ്ടിൽ വരണം, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം. ഹാസ് വരുമ്പോൾ എന്ത് വരും മക്കളെ? ഹാസ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് വരും? ബീൻ വരും. ഹാസ്, ഹാവ് പ്ലസ് ബീൻ. എന്താണ്? ഹാസ്, ഹാവ് പ്ലസ് ബീൻ വരും. ദെൻ V3 ഫോം ആയിട്ടുള്ള ലേൺഡ് വരും. ദെൻ ബൈ വരും. ദെൻ രാജു. ക്ലിയർ? ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല അല്ലെ. ക്ലാസ്
ഇതിനു മുമ്പുള്ള പാസീവ് വോയിസിന്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം എന്ത് മാറ്റാ വന്നു, ഒരു മാറ്റവും വന്നിട്ടില്ല. ആ മുമ്പിലോട്ട് ക്വസ്റ്റ്യൻ വേർഡ് ഒന്ന് ചേഞ്ച്, ഓക്സിലറി വെർബ് ഒബ്ജക്റ്റിന് ശേഷമായിരുന്നു ഓക്സിലറി വെർബ്, നേരെ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിലോട്ട് വന്നു. ഇത്ര മാത്രം മാറ്റം അല്ലെ. ക്വസ്റ്റ്യൻ ആയപ്പോൾ സെന്റൻസിലായിരുന്നെങ്കിൽ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഹാസും ഹാവും ഈസും ആം. പക്ഷെ ക്വസ്റ്റ്യൻ ആയപ്പോൾ എന്തായി, അത് നേരെ ഫ്രണ്ടിലോട്ട് വന്നു, ഒബ്ജക്റ്റ് അതിന് ശേഷം വന്നു. ഇത്രയേ ഉള്ളൂ മാറ്റം അല്ലെ. ക്ലിയർ? ദെൻ നോക്കാം, ഹാവ് യു ഫിനിഷ്ഡ് ദ വർക്ക്സ്. എന്താണ് ഹാവ് യു ഫിനിഷ്ഡ് ദ വർക്ക്സ്? നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഓക്സിലറി വെർബ് തന്നെ ഫസ്റ്റ് കൊടുക്കണം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ദെൻ നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ദ വർക്ക്സിനെ കൊടുക്കും. ഒബ്ജക്റ്റ് ആയിട്ടുള്ള ദ വർക്ക്സ് കൊടുത്തു. ദെൻ ഹാവ് ഹാസും ഹാഡും വരുമ്പോൾ ആര് വേണം, ബീൻ വേണം. ക്ലിയർ? ദെൻ V3 ഫോം ആയിട്ടുള്ള ഫിനിഷ്ഡ് V3 ഫോം തന്നെയാണ്. ദെൻ ബൈ കൊടുക്കുന്നു, അവിടുത്തെ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊടുക്കുന്നു. ക്ലിയർ? ദെൻ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ? വില്ല് അതുപോലെ ഷാള്, വില്ലും ഷാളും പ്ലസ് ബി ആണ്. വിൽ ഷാൾ പ്ലസ് ബി. നോക്കാം, വിൽ ഷാൾ പ്ലസ് ബി എന്ത് മാറ്റാൻ നോക്കാം. വിൽ ഷാൾ പ്ലസ് ബി അസൊന്നുമില്ല കേട്ടോ. നോക്കാം, വിൽ റീനു റൈറ്റ് ഹോംവർക്ക്. എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത്? ഈ മാറ്റം എങ്ങനെയാണ് വരുന്നത്? നേരത്തെ എങ്ങനെയായിരുന്നു മക്കളെ? വിൽ ബി എന്ന് പറയുന്നത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് ആ മാറ്റം ഒന്ന് നോക്കാം. വിൽ റീനു റൈറ്റ് ഹോംവർക്ക് അല്ലെ, ക്ലിയർ ആണ് അല്ലെ. നോക്കാം, വില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബി ആണ് വരേണ്ടത്. നോക്കാം, വിൽ റീനു റൈറ്റ് ഹോംവർക്ക്. റീനു എന്ന് പറയുന്ന സബ്ജക്റ്റ്, വെർബ്, ഓക്സിലറി വെർബ്, ഒബ്ജക്റ്റ്. ക്ലിയർ? ഇനി ഇത് നേരെ ക്വസ്റ്റ്യനിലോട്ട് മാറ്റുമ്പോൾ എന്താ, ഒന്നുമില്ല, അതേപോലെ ഈ ഓക്സിലറി വെർബ് ഫ്രണ്ടിൽ വേണം. ദെൻ ഒബ്ജക്റ്റ് വരും. ഒബ്ജക്റ്റ് ഓക്കെ, ഒബ്ജക്റ്റിന് ശേഷം എന്ത് വരും, ബി വരും. ഓക്കെ, ഓക്സിലറി വെർബ്, ഒബ്ജക്റ്റ്, ബി, ദെൻ V3 വരും. ദെൻ ബൈ വരും, റീനു എന്ന് പറയുന്ന സബ്ജക്റ്റ് വരും. ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലെ മക്കളെ. ആ വില്ലൊന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടു, അതിനുശേഷം ഒബ്ജക്റ്റ് വരും, ശേഷം ബി വരും. ക്ലിയർ? ഓക്കെ. ദെൻ വിൽ ദേ ഹോൾഡ് ദ ഇലക്ഷൻ. എന്താണ് വിൽ ദേ ഹോൾഡ് ദ ഇലക്ഷൻ? എന്താണ് വിൽ ദേ ഹോൾഡ് ദ ഇലക്ഷൻ? നോക്കാം, വില്ല് അതുപോലെ വരുന്നു. ദെൻ ഇലക്ഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുക്കുന്നു. ദെൻ ബി കൊടുക്കും. വില്ല് ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ബി കൊടുക്കണം. ദെൻ ഹോൾഡിന്റെ V3 ഫോം ആയിട്ടുള്ള ഹെൽഡ് കൊടുക്കും. ബൈ ദം, ദേ എന്തായി മാറും, ബൈ ദം ആയിട്ട് മാറും. നോക്കാം, വിൽ ഹി ലേൺ ഇംഗ്ലീഷ്? നോക്കാം, വില്ല് അതേപോലെ ഫസ്റ്റ് കൊടുക്കുന്നു. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുക്കുന്നു. വില്ല് വരുമ്പോൾ ബി കൊടുക്കുന്നു. ലേൺ V3 ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് നോക്കാം, വില്ല് ഹാവ് പ്ലസ് ബീൻ. ഓക്കെ, അത് തന്നെയാണ് അല്ലെ. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ വിൽ ഹാവ് പ്ലസ് ബീൻ ആയിരുന്നു അല്ലെ. ഇനി ഇത് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമുക്ക് നോക്കാം, വിൽ റീന ഹാവ് റിട്ടൺ ഹോംവർക്ക് അല്ലെ. നോക്കൂ, വില്ല് എന്ത് ചെയ്യണം, അതേപോലെ ഫ്രണ്ടിലോട്ട് വരണം. പക്ഷെ നമുക്ക് ഹാവ് ബീൻ കൊടുക്കും വേണം. വില്ല് കൊടുത്തതിന് ശേഷം നമ്മുടെ നേരെ ഒബ്ജക്റ്റ് വരും. നേരെ നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഹോംവർക്ക് വന്നു. ശേഷം നമ്മുടെ ഹാവ് ബീൻ കൊടുക്കും. V3 കൊടുക്കുന്നു. ബൈ കൊടുക്കുന്നു. നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊടുക്കുന്നു. ക്ലിയർ? നോക്കാം, അടുത്ത വിൽ രാജു ഹാവ് ലേൺ ഇംഗ്ലീഷ്? നോക്കാം, വില്ല് ഇതാ അതേപോലെ ഇങ്ങോട്ട് കൊടുക്കുന്നു. ദെൻ ഇംഗ്ലീഷ് ആണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഇതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തായിട്ടുണ്ട്, ഇവിടെ ഒബ്ജക്റ്റ് നേരെ എടുത്ത് സബ്ജക്റ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ ഹാവ് ബീൻ, ഇവിടെ ഹാവ് ഉണ്ടായത് കൊണ്ട് ഇവിടെ എന്ത് വരും, ഹാവ് ബീൻ വരും. ലേണിന്റെ V3 ആണ് ലേൺ. ദെൻ ബൈ രാജു എന്ന് പറയുന്ന സബ്ജക്റ്റും കൊടുത്തു. ക്ലിയർ? നോക്കാം, അടുത്തത് പാസീവ് വോയിസിൻ എസ്. നമ്മളിപ്പോ പാസീവ് വോയിസിന് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അല്ലെ. വളരെ സിമ്പിൾ ആയിരുന്നു. എസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിച്ച ആൾക്ക് WH ക്വസ്റ്റ്യൻ പഠിക്കാൻ ഒരു ഇതുമില്ല. അത് കണ്ടിട്ട് ഇത് വരികയാണെങ്കിൽ ഇതൊന്നുമില്ല, ഇതൊരൊറ്റ തവണ കേട്ട് നിങ്ങൾക്ക് എണീറ്റ് പോകാം. അത്രയും സിമ്പിളാ. നോക്കാം, പാസീവ് വോയിസിൻ WH ക്വസ്റ്റ്യൻസ്. ബിഗിൻ വിത്ത് വാട്ട്, വെൻ, വിച്ച്, ഹൂ, വേർ ആൻഡ് ഹൗ. നോക്കാം, ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം. ഇനി എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ പാസീവ് വോയിസ് ആണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. കണ്ടിട്ടുണ്ടായിരുന്നല്ലോ.
ആദ്യം ഓക്സിലറി വെർബ് വരും, ദെൻ ഒബ്ജക്റ്റ് വരും, V3 വരും, ബൈ വരും, സബ്ജക്റ്റ് വരും. ഓക്സിലറി വെർബ് ഫ്രണ്ടിൽ വരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു എസ് ഓർ നോ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഓക്കെ, ദെൻ ഇൻ ദി കേസ് ഓഫ് WH ക്വസ്റ്റ്യൻസ് നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഓക്സിലറി വെർബ്, ഒബ്ജക്റ്റ്, V3 ബൈ പ്ലസ് സബ്ജക്റ്റ് അല്ലേ, ഇതല്ലേ നമ്മൾ ഇത് എന്തിന് പഠിച്ചത്, എസ് ഓർ നോ ക്വസ്റ്റ്യന് പഠിച്ചത്. അതിന്റെ മുമ്പിലോട്ട് നേരെ WH ക്വസ്റ്റ്യൻ കൊടുക്കുക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ അല്ലെ, ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഒരുപാട് നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ എത്രയും കാലം നമ്മൾ പഠിക്കാതെ ഇരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ നേരെ ഫ്രണ്ടിലോട്ട് WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നോക്കാം, കണ്ടോ, ഈ ഓക്സിലറി വെർബിന് മുമ്പിലോട്ട് ഒരു WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്താൽ ബാക്കിയെല്ലാം അതേപോലെ. ഫസ്റ്റ് WH ക്വസ്റ്റ്യൻ വരണം, ഓക്സിലറി, ഒബ്ജക്റ്റ്, V3 ബൈ സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പഠിച്ച അതിന്റെ സ്ട്രക്ചർ പഠിച്ച ഒരാളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ പഠിച്ച സ്ട്രക്ചറിന്റെ മുമ്പിലോട്ട് ഒരു WH ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നോക്കാം. വിച്ച് ഡു യു പ്രിഫർ, വിച്ച് ഡു യു പ്രിഫർ. ഇവിടെ വിച്ച് ആണ്, ഇതെന്താണ്, WH ക്വസ്റ്റ്യൻ ആണ്. ഡു യു പ്രിഫർ, ഡു യു പ്രിഫർ എന്ന് കാണുമ്പോൾ ഇത് എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ? ഇത് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയണം കേട്ടോ. ഡു ഡസ് ഒക്കെ കാണുമ്പോൾ പ്രസന്റ് ടെൻസ് ആണെന്നും, പ്രസന്റ് ടെൻസ് ആകുമ്പോൾ ഈസും ആറും ആണല്ലേ, അതൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നും ഇത് കാണുന്നോടുകൂടി അതൊക്കെ ഈസ്, ആം, ആറ് എന്ന് പറയുന്നത് മൈൻഡിൽ വരണമെന്നും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. നോക്കാം, കാണാം. ഇതാ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് കൊടുത്തു, ഓക്സിലറി വെർബിന് മുമ്പായിട്ട് WH ക്വസ്റ്റ്യൻ കൊടുത്തു. ദെൻ പ്ലസ് ഇതാ നമ്മുടെ ഓക്സിലറി വെർബ് ഉണ്ട് അവിടെ, ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. ദെൻ പ്രിഫേർഡ് അല്ലെ, എന്താണ്, V3 കൊടുത്തു. ദെൻ ബൈ കൊടുക്കുന്നു, പ്ലസ് സബ്ജക്റ്റ് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഈസി അല്ലേ? ഈസി ആണ് അല്ലേ. ഒരു പാസീവ് വോയിസിന്റെ ക്ലാസ് ആദ്യം മുതൽ കേട്ട് നോട്ട്സ് ഒക്കെ എഴുതി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിരിക്കും മക്കളെ, കേട്ട് കേട്ട് മടുത്തു പോയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അത്രയും സിംപിൾസിറ്റി കാരണം അവർ പഠിച്ച് സെറ്റായി. ഇനി അതിന് മുമ്പിലോട്ട് ഒരു WH ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞ അവരോട് ഇതൊന്നും എന്തായിരിക്കും, അവർക്ക് സിമ്പിൾ ആയിരിക്കും. നോക്കാം അടുത്തത്. വേർ ഡു യു പ്ലേ ഫുട്ബോൾ അല്ലെ, ഡു യു പ്ലേ ഫുട്ബോൾ. നോക്കാം, ക്വസ്റ്റ്യൻ അതേപോലെ കൊടുത്തു. ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ കഴിഞ്ഞ നേരെ ഓക്സിലറി വെർബ് വേണം. ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ അത് പ്രസന്റ് ടെൻസ് ആണെന്ന് അറിയണം. അപ്പൊ അത് ഈസാണോ, ആമാണോ, വേറാണോ വേണ്ടതെന്ന് അറിയാൻ ഈ ഫുട്ബോൾ നമുക്ക് നോക്കുക. അതിനുശേഷം വരുന്ന ഒബ്ജക്റ്റ് നമുക്ക് നോക്കുക. ഒബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഈസ് വരും. ദെൻ V3 ഫോം ആയിട്ടുള്ള പ്ലേഡ്, ദെൻ ബൈ യു എന്ന് പറയുന്ന സബ്ജക്റ്റ്. നോക്കാം അടുത്തത്. വെൻ ഡസ് ഷീ സിംഗ് എ സോങ്. എന്താണ് വെൻ ഡസ് ഷീ സിംഗ് എ സോങ്? ഡസ് ഒക്കെ കാണുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ദെൻ വെൻ അതേപോലെ കൊടുക്കുന്നു. ഓക്സിലറി വെർബ് വേണം. ഇവിടെ സോങ് ഒക്കെയാണ് നോക്കുക. സോങ് എന്ന് പറയുന്നത് സിംഗിൾ ആണ്. സിംഗിൾ പറയുന്ന ഒബ്ജക്റ്റിന്റെ മുമ്പിൽ ആര് വരും? ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വരും. ദെൻ സോങ് V3 ഫോം, ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ? സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ വളരെ ക്ലിയർ ആണ്. ഓക്കെ, ദെൻ വേർ ഡിഡ് യു ബൈ ഇറ്റ്. വേർ ഡിഡ് യു ബൈ ഇറ്റ്. ഡിഡ് കാണുന്നതോട് കൂടി പാസ്റ്റ് ആയില്ലേ മക്കളെ? പാസ്റ്റ് കാണുന്നതോട് കൂടി എന്തായി മക്കളെ? വാസ് ഓർ വേർ മൈൻഡിൽ വരാൻ തുടങ്ങും അല്ലെ. പാസ്റ്റ് കാണുന്നതോട് കൂടി എന്തായി വരിക? വാസ് ഓർ വേർ പ്ലസ് V3 വരും. വാസ് ഓർ വേർ പ്ലസ് V3 വരും. ഓക്കെ, വേർ ഡിഡ് യു ബൈ ഇറ്റ് ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ എഴുതുന്നു. ദെൻ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങോട്ട് നോക്കണം. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ വാസോ വേറാണ്. ഇനി വാസ് വേണോ വേറെ വേണോ എന്ന് കൊടുക്കണമെങ്കിൽ ഇറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് നോക്കണം. കാരണം ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ വരുന്നതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് സിംഗിൾ ആണോ? അപ്പൊ വാസ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് കൊടുത്തു. ദെൻ എന്ത് കൊടുക്കണം? ബോട്ട്, V3 കൊടുത്തു. ദെൻ ബൈ എന്ന് പറയുന്ന സബ്ജക്റ്റും കൊടുത്തു. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ ഹൗ ഡിഡ് യു പണിഷ് ഹർ. ഹൗ ഡിഡ് യു പണിഷ് ഹർ. ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്സിനെ അതേപോലെ കൊടുക്കണം. ദെൻ ക്വസ്റ്റ്യൻ വേർഡ്, WH ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഓക്സിലറി വെർബ് കൊടുക്കണം. സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് വാസ് ആണോ വേറാണോ എന്ന് കൊടുക്കണം. വാസ് ആണോ വേറാണോ എന്ന് നോക്കണമെങ്കിൽ ഒബ്ജക്റ്റ് സിംഗിൾ ആണോ എന്ന് നോക്കണം. ഇവിടെ എന്താണ്? ഇവിടെ ആരാണ് ഒബ്ജക്റ്റ്? ഹെർ ആണ്, അവളാണ്, അവൾ ഒന്നാണ് അല്ലേ. ഷീ
കണ്ടല്ലോ ഒബ്ജക്റ്റ്. അപ്പൊ എന്തായിട്ട് മാറും? ഹൗ എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻ കൊടുത്തു, വാസ് എന്ന് പറയുന്ന ഓക്സിലറി കൊടുത്തു, പാസ്റ്റ് ആയതുകൊണ്ട് വാസ് കൊടുത്തു, പാസ്റ്റില് സിംഗിൾ ആയതുകൊണ്ടും എന്താണ് കൊടുത്തത്? വാസ് കൊടുത്തു. ദെൻ V3 ഫണിഷ്ഡ് കൊടുത്തു. എല്ലാപ്പോഴും കൊടുക്കുന്ന പോലെ ബൈ പ്ലസ് സബ്ജക്റ്റ് കൊടുത്തു. ക്ലിയർ? ദെൻ why did she punish you? why did she punish you? why അതേപോലെ കൊടുത്തു അല്ലെ? ദെൻ ഇവിടെ ഇതാ ഈ യു കണ്ടോ? ഈ യു എന്താണ് മക്കളെ? പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? വേറെ വന്നത് കേട്ടോ. ഇവിടെ ഷീമൊക്കെ നോക്കിയിട്ട് വേറെ നോക്കരുത്. യു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ വേറെ വരും. ദെൻ പണിഷ്ഡ് എന്ന് പറയുന്ന V3, ബൈ ഹെർ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ക്ലിയർ? ഓക്കെ. ദെൻ when does രവി ഹെൽപ്പ് യു? എന്താണ് when does രവി ഹെൽപ്പ് യു? ഇതാ when എന്ന് പറയുന്നത് കൊടുക്കുന്നു, when. ഓക്കെ, അതേപോലെ when കൊടുത്തു. ഇനി വേണ്ടത് എന്താണ്? ഓക്സിലറി വെർബാണ്. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കാം. ഇത് സിമ്പിൾ എന്താണ് മക്കളെ? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡെസ് ഉണ്ട്. അപ്പൊ ഈസോ ആമോ ആറോ ആയിരിക്കും. ഇനി ഈസാണോ ആമാണോ ആറാണോ നോക്കണമെങ്കിൽ ഒബ്ജക്റ്റ് പോകണം. ഒബ്ജക്റ്റ് യു ആണ്. യു വരുമ്പോൾ യു ആറാണ് വരിക. അപ്പൊ യുവിന് മുമ്പിൽ ആര് വന്നു? ആറ് വന്നു. ദെൻ സബ്ജക്റ്റ് പോയിട്ട് നമ്മുടെ ഇവിടെ ഒബ്ജക്റ്റ് നേരെ ഇങ്ങോട്ട് കൊടുത്തു. ദെൻ ഹെൽപ്ഡ് V3 വന്നു. ബൈ രവി എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എന്താണ് മക്കളെ? പ്രസന്റ് കണ്ടിന്യൂസ്. വൈ ആർ യു ഗോയിങ് ടു കൊൽക്കട്ട? അല്ലെ? R+ing അല്ലെ? ആറും ഗോയിങ് ഒക്കെ കാണുന്നതോടുകൂടി എന്തായി മക്കളെ? ഉറപ്പിച്ചു. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് നിങ്ങളങ്ങ് ഉറപ്പിച്ചിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ഉറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വേണം. ആം, ആറ് അല്ലെ? ഈസ്, ആം, ആർ പ്ലസ് എന്ത് ഓർമ്മ വേണം മക്കളെ? ബീയിങ് ആണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. ബീയിങ് പ്ലസ് V3. ഇത് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ? നോക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി പഴയ സ്ട്രക്ചർ, നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള പഴയ സ്ട്രക്ചർ തന്നെ വൈ കൊടുക്കുന്നു, ഫ്രണ്ടിലോട്ട് വൈ കൊടുക്കുന്നു. ഓക്സിലറി വെർബ് ഈസ്, ആറ് പോയി ഈസായി. കാരണം കൊൽക്കട്ട എന്താണ് മക്കളെ? സിംഗിൾ ആണ് അല്ലെ? അപ്പൊ വൈ ഈസ് കൊൽക്കട്ട എന്ന് വന്നു. ഈസ് വന്നത് കൊണ്ട് എന്ത് വേണം? ബീയും വേണം. അത് ഒബ്ജക്റ്റിന് ശേഷമാണ് കേട്ടോ ബീയിങ് വരുന്നത്. ദെൻ V3 വരുന്നു, ബൈ വരുന്നു, യു വരുന്നു. ക്ലിയർ? നോക്കാം, ഒന്നും കൂടെ നോക്കാം. എങ്ങനെയാണ്? ആദ്യം WH ക്വസ്റ്റ്യൻ വരുന്നു, പ്ലസ് ഓക്സിലറി വെർബ് വരുന്നു, പ്ലസ് നമ്മുടെ ഒബ്ജക്റ്റ് വരുന്നു അല്ലേ? പണ്ടൊക്കെ ഒബ്ജക്റ്റ് ആയിരുന്നു ഫസ്റ്റ്. ഇപ്പൊ കുറെ പേര് മുമ്പിൽ കയറി വന്നു അല്ലെ? ദെൻ എന്ത് വരും? ബീയിങ് വരുന്നു, പ്ലസ് എന്ത് വരും? ബാക്കിയായിട്ടുള്ള V3, ബൈ ഒന്നിനി എഴുതണ്ട അല്ലെ? ബൈ പ്ലസ് സബ്ജക്റ്റ്. വെറുതെ ഇത് ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഏകദേശം ഇത്ര എഴുതുമ്പോ തന്നെ ബാക്കി നമുക്ക് ക്ലിയർ ആണ്. V3 ബൈ ഒക്കെ എല്ലാത്തിലും ഉള്ളത് കൊണ്ട്. ഓക്കെ, നോക്കാം. വെൻ എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻ അതേപോലെ താഴോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈസ് വരുന്നത് ദ കീ എന്ന് പറയുന്നത് ദ കീ ആണ് അല്ലെ? ഒരു കീ ആണ്. അപ്പൊ ദ കീ ഒന്നായതുകൊണ്ട് ഇവിടെ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി കൊടുത്തു. ദെൻ കീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു. ദെൻ ബീയിങ് കൊടുത്തു. ദെൻ ഇവിടെ ഗിവൺ എന്ന് പറയുന്ന V3 കൊടുത്തു. എന്താണ് അടുത്തത്? ഹർ, ഗിവൺ ടു ഹർ ബൈ യു എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ദെൻ വെൻ വേർ യു പ്ലേയിങ് ചെസ്? വെൻ വേർ യു പ്ലേയിങ് ചെസ്? ഇതെന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ എന്ത് വരണം? ഓർമ്മകൾ ഇങ്ങനെ പെട്ടെന്ന് വരണം കേട്ടോ. ഇതിന് ഓർമ്മകൾ ഇങ്ങനെ പെട്ടെന്ന് വരാൻ നിങ്ങൾക്ക് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഓൾറെഡി ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക, നോട്ട് എഴുതി വെക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. വാസ് ഓർ വേർ പ്ലസ് ബീയിങ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇത് എങ്ങനെ? ഇതിലോട്ട് മാറുമ്പോൾ വരുന്ന വ്യത്യാസം നോക്കാം. വെൻ വേർ യു പ്ലേയിങ് ചെസ് അല്ലെ? വെൻ വേർ യു പ്ലേയിങ് ചെസ് ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ എഴുതും. ഓക്കെ, ദെൻ അടുത്തത് വേണ്ടത് എന്താ? അടുത്തത് എന്താ മക്കളെ വേണ്ടി വരിക? അടുത്തത് എന്താ മക്കളെ ഒന്ന് വേണ്ടി വരും? ഒന്ന് പറഞ്ഞേ. അടുത്തത് വേണ്ടത് ഓക്സിലറി വെർബാണ് അല്ലെ? ഓക്സിലറി വെർബാണ് അല്ലെ? നോക്കാം. ഫസ്റ്റ് WH ക്വസ്റ്റ്യൻ വേണം. WH ക്വസ്റ്റ്യൻ കൊടുത്താൽ നേരെ ഓക്സിലറി വെർബാണ് വേണ്ടത്. ഓക്സിലറി വെർബ് ഇതാ
വാസ് കൊടുത്തു. ആ വാസ് എവിടുന്നാ കിട്ടിയതെന്ന് പറഞ്ഞേ. വേറെ എങ്ങനെ വാസായി? ചെസ് ആയതുകൊണ്ട് അല്ലെ. ഒബ്ജക്റ്റ് തൊട്ടടുത്ത് വരുന്ന ഒബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഓക്സിലറി വെർബ് വാസ് വന്നത്. ഓക്കെ, ദെൻ ചെസ് വന്നു. ചെസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നു. ദെൻ എന്ത് വരും മക്കളെ? ബീയിങ് വരും അല്ലെ. ബീയിങ് വരും പ്ലസ് എന്ത് വരും? V3 വരും പ്ലസ് ബൈ സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ഈസിയാണ് കേട്ടോ. ഇതിന്റെ ടെൻസിന്റെ ഇതിന്റെ ആദ്യത്തെ ക്ലാസ് പോയിട്ട് ടെൻസിന്റെ പാസീവ് വോയിസിൽ വരുന്ന മാറ്റം കണ്ടവർക്ക് ഇത് ഒരു മാറ്റവും ഇല്ല. മുമ്പിലോട്ട് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ദെൻ നോക്കാം. When were you reading books? When were you reading books? നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ എഴുതി വെക്കണം. ദെൻ നമുക്ക് അടുത്തതായിട്ട് ആരെയാണ് വേണ്ടത്? ആദ്യത്തെ ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കണം. ഓക്സിലറി വെർബ് ആരാണ്? വേറാണ്. ആ വേറെ അതേപോലെ തന്നെ വരും. കാരണം ഇവിടെ എന്താണ്? ബുക്സ് ആണ് വന്നിട്ടുള്ളത്. ബുക്സ് ആണ് ഒബ്ജക്റ്റ് അല്ലെ. ഐ മീൻ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് വാസാണോ വേറാണോ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത് ബുക്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വേറ് വരും. ദെൻ വാസോ വേറോ വരുമ്പോ എന്ത് വേണം? ബീയിങ് വേണം. ദെൻ റെഡ് അല്ലെ. റീഡിങ്ങിന്റെ പാസ്റ്റ് V3 ഫോം റെഡ്. ദെൻ ബൈ കൊടുക്കുന്നു, സബ്ജക്റ്റ് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വാട്ട് ഹാവ് യു റിട്ടൺ? വാട്ട് ഹാവ് യു റിട്ടൺ? ഹാവ് വരുമ്പോൾ എന്താണ് മക്കളെ? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഹാസിനെയും ഹാവിനെയും ആണ് അല്ലെ. ഹാസ്, ഹാവ് പ്ലസ് ബീൻ, ഇത്ര ഓർമ്മ വന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് സുഖമാണ് അല്ലെ. നോക്കാം. വാട്ട് ഹാവ് യു ബീൻ? വാട്ട് ഹാവ് യു റിട്ടൺ? ഓക്കെ, നോക്കാം. വാട്ട് ക്വസ്റ്റ്യൻ അതേപോലെ ഫസ്റ്റ് എഴുതണം. സംശയമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി ആണ്. ഓർമ്മ വേണം. ഇനി ഓക്സിലറി തപ്പണം. ഓക്സിലറി തപ്പണമെങ്കിൽ ഇതാ ഹാവ് ആണ്. ഓക്കെ, ഹാവ് ഇവിടെ വരുമോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ വ്യക്തി ഒന്ന് നോക്കണം. എന്താണ്? യു ആണ് അല്ലെ. അപ്പൊ എന്താണ് മക്കളെ? ഹാസ് ബീൻ എന്നാണ് വരുന്നത്. ഹാവ് ബീൻ എന്നല്ല, ഹാസ് ബീൻ റിട്ടൺ എന്താണ് കൊടുത്തിട്ടില്ല. ദെൻ ബൈ യു. ക്ലിയർ? ഓക്കെ, ദെൻ വൈ ഹാവ് യു ടോൾഡ് എ ലൈ? വൈ ഹാവ് യു ടോൾഡ് എ ലൈ? നോക്കാം. വൈ എന്ന് പറയുന്ന അതേപോലെ കൊടുത്തു. ഹാവ് എന്തായി മാറി? ഹാവ് എന്തായി മാറി മക്കളെ? ഹാസ് ആയി. കാരണം എ ലൈ എന്ന് പറയുന്നത് ഒരു കള്ളമാണ്. ഒരു കള്ളമായതുകൊണ്ട് തന്നെ ഹാസ് എഴുതി. ക്ലിയർ? ദെൻ WH ക്വസ്റ്റ്യൻ, ഓക്സിലറി വെർബ്, ഒബ്ജക്റ്റ്, ബീൻ, then V3 by പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. ആ സ്ട്രക്ചർ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ മീനിങ്ങിനൊന്നും ഒരു പ്രസക്തി വരുന്നില്ല. ആ സ്ട്രക്ചർ അതേപോലെ പഠിക്കുക, അത് അതേപോലെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ദെൻ വെൻ വിൽ യു റൈറ്റ് എ ബുക്ക്? വെൻ വിൽ യു ഫ്യൂച്ചർ ആണ് അല്ലെ. വില്ല് കണ്ട ഫ്യൂച്ചർ ആണ് അല്ലെ. വില്ല് കണ്ട ഫ്യൂച്ചർ ആണെന്ന് മാത്രമല്ല, വില്ല് കണ്ട പ്ലസ് ബി വരുന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. എന്ത് ചെയ്യാ? അപ്പോത്തിന് അത് ഓർമ്മ വരണം. വിൽ പ്ലസ് ബി. നോക്കാം. വെൻ ക്വസ്റ്റ്യൻ വേർഡ് വന്നാൽ ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ എഴുതും. ഓക്കെ, അപ്പോൾ വെൻ എഴുതി. ദെൻ അടുത്തത് ഓക്സിലറി വില്ല് എഴുതി. ഓക്സിലറി വില്ല് എഴുതുമ്പോൾ ബി മനസ്സിൽ ഇങ്ങനെ കിടക്കണം. പക്ഷെ അത് അപ്പം എഴുതാൻ പാടില്ല. അത് എഴുതണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എഴുതിയതിന് ശേഷം എഴുതാൻ പാടുള്ളൂ. ഇതാ ഒബ്ജക്റ്റ് എഴുതണം. എ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതും. എന്നിട്ട് ബി എഴുതും. ദെൻ റിട്ടൺ വിത്ത് ഇതാ ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ഏതാണോ അത് എഴുതും. ദെൻ വില്ല് എന്ന് പറയുന്ന ഓക്സിലറി എഴുതി. ദെൻ ഇവിടെ ഒബ്ജക്റ്റ് എഴുതി. ദെൻ ബി എഴുതുന്നു. ദെൻ V3 ഫോം എഴുതുന്നു. ദെൻ ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ അല്ല? ഒരു മാറ്റവും അല്ല അല്ലെ. ക്വസ്റ്റ്യൻസ് വേർഡ് മുന്നിൽ വന്നു എന്ന് മാത്രമേ. ദെൻ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ഹൂ അതുപോലെ ഹൂ ചേഞ്ച്ഡ് ബൈ ഹൂം. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ്സ് ഹൂ ആവുമ്പോൾ അതെന്തായി മാറും? ഹൂമായിട്ട് മാറും. അത് മാത്രമല്ല, ഹൂ എന്തായിട്ട് മാറും? ബൈ ഹൂമായിട്ട് മാറും. ഓക്കെ, അതുപോലെ ഹൂം ആണെങ്കിൽ അത് ഹൂ ആയിട്ട് മാറും. നോക്കാം അതിന്റെ വ്യത്യാസം എന്താ നോക്കാം. അത് കാണാതെ പഠിച്ചാൽ മതി. ഹൂ വരികയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ഒരു സംശയം വേണ്ട, ബൈ ഹൂം. അത് ഹൂം ആണെങ്കിൽ ബൈ ഹൂം. ക്ലിയർ? നോക്കാം.
ഹൂ റോട്ട് ദിസ് ബുക്ക്, ഹൂ റോട്ട് ദിസ് ബുക്ക്. അത് ടെൻസ്, വേഗം ടെൻസ് ഏതാന്ന് ആദ്യം ഫിക്സ് ചെയ്യും. ഏതാണ് ടെൻസ് ഒന്ന് പറഞ്ഞ പെട്ടെന്ന് ആ ടെൻസ് ഒന്ന് ഫിക്സ് ചെയ്ത്. റോട്ടാണ്. റോട്ട് എന്ന് കാണുമ്പോൾ പാസ്റ്റ് ആണ്. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. വേറെ അതിലൊന്നുമില്ല, വേറെ അതിൽ വാസോ വേറെ ഒന്നുമില്ല, ഹാഡ് ഒന്നുമില്ല. അപ്പോൾ പാസ്റ്റില് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസും വേറും മനസ്സിൽ വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ദെൻ. അപ്പൊ ഇവിടെ ഹൂ വന്നു. നമ്മുടെ നിയമം എന്താ? ഹൂ വരുമ്പോൾ ബൈ ഹൂം ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഹൂ വരുമ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ താഴോട്ട്. വാട്ടാണെങ്കിൽ വാട്ട് അല്ലെ, വേറാണെങ്കിൽ വേറെ, വെന്നാണെങ്കിൽ വെന്ന്. പക്ഷെ ഹൂ ആണെങ്കിൽ ഹൂ താഴോട്ട് എഴുതില്ല. ഹൂ ആണെങ്കിൽ ബൈ ഹൂം ആണ് എഴുതുക. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഹൂ ആണെങ്കിൽ താഴോട്ട് അതേപോലെ കൊടുക്കരുത്. ഹൂ ആണെങ്കിൽ ബൈ ഹൂം ആണ് കൊടുക്കേണ്ടത്. നോക്കാം. ബൈ ഹൂം. ഹൂം കൊടുത്തപ്പോ ഹൂ വന്നപ്പോ എന്താ കൊടുത്തത് മക്കളെ? ബൈ ഹൂം ആണ് കൊടുത്തത്. ഇനി ഇത് അവിടെ വാസാണ്. അടുത്ത ഓക്സിലറി വെർബാണ് അടുത്തത് കൊടുക്കേണ്ടത് അല്ലെ. ഓക്സിലറി വെർബ് എവിടുന്ന് കിട്ടി മക്കളെ? റോട്ട് ദീസ് ബുക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ആയപ്പോ വാസ് കൊടുത്തു. ദെൻ ദീസ് ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു. ദെൻ റിട്ടേൺ. ഓക്കെ, ക്ലിയർ? V3. ഓക്കെ അല്ലേ? അവിടെ ഇനി സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ബൈ ഒന്നും ഇല്ലാത്ത. ഓക്കെ ദെൻ ഹൂ ടോട്ട് യു ഇംഗ്ലീഷ്, ഹൂ ടോട്ട് യു ഇംഗ്ലീഷ്. ക്ലിയർ? അപ്പൊ ഹൂ എന്തായി മാറും? അതാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. ഹൂ എന്തായി? ബൈ ഹൂമായി. ഇനി സെന്റൻസ് നോക്കുമ്പോൾ അത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ആകുമ്പോൾ വാസോ വേറോ വേണം. വാസാണോ വേറാണോ എന്നറിയണമെങ്കിൽ ഇംഗ്ലീഷ് കാണുമ്പോൾ നമുക്ക് എന്തെടുക്കാം? വാസ് കൊടുക്കും അല്ലെ, വേറെ കൊടുക്കൂല. അപ്പോൾ ദെൻ ഒബ്ജക്റ്റ് കൊടുക്കും. ടോട്ട് V3 ഫോം ആണ്. ദെൻ ടു യു. ഓക്കെ, ദെൻ ഹൂ ടോട്ട് യു ഗ്രാമർ, ഹൂ ടോട്ട് യു ഗ്രാമർ. ഇവിടെ ഈ ബൈ യുവിന് പകരം ടു യു കൊടുത്തോ? നിങ്ങൾ കണ്ടോ? ഇങ്ങനൊരു യൂസും ഉണ്ട് കേട്ടോ. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ബൈ യു ബൈ എന്ന് കൊടുക്കാറില്ല. ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്? ടൂവും കൊടുക്കാറുണ്ട്. ഓക്കെ ദെൻ ഇവിടെ ഹൂ ആണ്. ഹൂ എന്തായിട്ട് മാറും മക്കളെ? ഒന്ന് പറഞ്ഞ്. ഇനി ഹൂ എന്തായിട്ട് മാറുന്നു ഒരിക്കലും മറക്കരുത്. ബൈ ഹൂം ആയിട്ട് മാറും. ടോട്ട് കാണുന്നതോടുകൂടി ഇത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. വാസ് കൊടുത്തു. ഗ്രാമർ എന്ന് പറയുന്നത് സിംഗിൾ ആയതുകൊണ്ട് വാസ് കൊടുത്തു. ദെൻ ഒബ്ജക്റ്റ് കൊടുത്തു. V3 കൊടുത്തു. ടു യു എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊടുത്തു. ക്ലിയർ? ഇനി ഹൂ കൊണ്ട് നോക്കാം കേട്ടോ. ഹൂ സ്റ്റോൾ ദ ചെയർ. കൂടുതൽ എക്സാമ്പിൾസ് ഇതിന് പുറമെ ഇനി എക്സാമ്പിൾസ് കണ്ടെത്തി പഠിക്കണം എന്നൊന്നുമില്ല. ഇതിലുള്ള എക്സാമ്പിൾ ഒന്ന് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിയും. മാക്സിമം എക്സാമ്പിൾ ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഹൂ സ്റ്റോൾ ദ ചെയർ, ഹൂ സ്റ്റോൾ ദ ചെയർ. ഹൂ എന്തായിട്ട് മാറി മക്കളെ? ബൈ ഹൂം. ഇതെന്താണ്? പാസ്റ്റ് ആണ്. അപ്പോൾ വാസ് വരും. ദ ചെയർ സിംഗിൾ ആയതുകൊണ്ട് വാസ് വന്നു. ദെൻ ഒബ്ജക്റ്റ് എടുത്ത് എഴുതി. സ്റ്റോളൻ V3 എടുത്ത് എഴുതി. ബൈൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഹൂ ക്യാൻ ഹെൽപ്പ് മീ, ഹൂ ക്യാൻ. ഹൂ എന്തായി? ബൈ ഹൂമായി. ക്യാൻ എന്താവും? ക്യാൻ തന്നെയാവും. ദെൻ ഹെൽപ്പ്, ഹെൽപ്പ് ഇതെന്താണ്? ക്യാൻ ബി. ക്യാന് കഴിഞ്ഞിട്ട് ഇതാണ് ഒബ്ജക്റ്റ്. ഇവിടെ മീ ആണ്. മീ എന്തായിട്ട് മാറും മക്കളെ? ഐ ആയിട്ട് മാറും. ക്യാന്, വില്ല്, ഷാളൊക്കെ വരുമ്പോൾ എന്ത് വരും? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ ടെൻസ് എന്താ വരിക? ക്യാന് ഷാളൊക്കെ വരുമ്പോൾ ക്യാൻ ബി, ഷാൽ ബി, വിൽ ബി ആണ് വരിക. അപ്പൊ ഈ ക്യാനിന്റെ ബി ആണ് ഒബ്ജക്റ്റിന് ശേഷം വന്നു. ക്ലിയർ? ദെൻ ഹെൽപ്ഡ്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്തത് ഹൂം ഡു യു ടീച്ച് ഇംഗ്ലീഷ്. ഹൂം എന്തായിട്ട് മാറും മക്കളെ? നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൂ ബൈ ഹൂമായി. പക്ഷെ ഹൂം എന്തായിട്ട് മാറും? ഹൂ ആണ് കൊടുക്കുക. ക്ലിയർ? ഹൂം എന്തായിട്ടാണ് മാറുക? ഹൂ ആയിട്ടാണ് കൊടുക്കുക. ദെൻ ഈസ് വന്നു. ഈസ് വന്നത് എങ്ങനെ? ദാ ഡു വന്നു. കാണുന്നില്ലേ? ഡു ഡസ് വരുമ്പോഴത്തേന് പ്രസന്റ് ടെൻസ് ആയി. പ്രസന്റ് ടെൻസ് ആകുമ്പോഴത്തേന് എന്തായി മാറും? ഈസ്, ആം, ആറ് വരും. അപ്പൊ അതിൽ ഏതാണ് നോക്കണം? ടീച്ച് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പൊ സിംഗിൾ ആണ്. അപ്പൊ ഈസ് വരും. ദെൻ ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് കൊടുത്തു. ടീച്ചിന്റെ V3 ഫോം ടോട്ട് കൊടുക്കും. ബൈ യു എന്ന് പറയുന്ന സബ്ജക്റ്റും കൊടുക്കും. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തത് പാസീവ് വോയിസ് ഓഫ് മോഡൽ ഓക്സിലറീസ്. എന്താണ് മക്കളെ? പാസീവ് വോയിസ് ഓഫ് മോഡൽ ഓക്സിലറീസ്. ഇനി പാസീവ് വോയിസിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ അല്ലെ, WH ക്വസ്റ്റ്യൻസ്, അതുപോലെ എന്ത് ചെയ്തു? എസ് ഓർ നോ ക്വസ്റ്റ്യൻസും നോക്കി കഴിഞ്ഞു. സിമ്പിൾ ആയിരുന്നു. ഓൾറെഡി പഠിച്ച ഇമ്പരേറ്റീവ് സെന്റൻസിന് മുമ്പായിട്ട് നമ്മൾ ടെൻസിന്റെ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ടെൻസിന്റെ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആ റൂളിന്റെ മുന്നിലോട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം ചോദിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
പാസീവ് വോയിസ് ഓഫ് മോഡൽ ഓക്സിലറീസ് നോക്കാം. മോഡൽ ഓക്സിലറീസ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലേ? മോഡൽ ഓക്സിലറീസ് ഒക്കെ മറക്കരുത് കേട്ടോ. അതിൻ്റെ ക്ലാസ്സൊക്കെ നന്നായിട്ട് നിങ്ങൾ കണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മോഡൽ ഓക്സിലറീസ് നോക്കാം. ക്യാൻ, മേ, മൈറ്റ്, ഷുഡ്, മസ്റ്റ്, ഓട്ട് ടു, ഡെയർ ടു എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അവരാണ് മോഡൽ ഓക്സിലറീസ്. അവരുടെ കൂടെ എന്താണ് വരിക മക്കളെ? ബി തന്നെയാണ് വരിക കേട്ടോ. എന്താണ് വരിക? ബി ആണ് വരിക അല്ലേ? നമ്മൾ വില്ലിൻ്റെ കൂടെ വിൽ ബി, ഷാൾ ബി എന്ന് വന്നല്ലോ, അതേപോലെ തന്നെയാണ്. ക്യാൻ, മേ, മൈറ്റ്, ഷുഡ്, മസ്റ്റ് ഇവരുടെയൊക്കെ കൂടെ എന്തെന്നെയാണ് വരിക? ബി തന്നെയാണ് വരിക. നോക്കാം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ ക്യാൻ പ്ലേ വയലിൻ. എന്താണ്? ഷീ ക്യാൻ പ്ലേ വയലിൻ. നോക്കാം. ഷീ സബ്ജക്റ്റ്. ഇവിടുത്തെ മോഡൽ ഓക്സിലറി വെർബ് കേട്ടോ. ഓക്സിലറി വെർബ്, മോഡൽ ഓക്സിലറി വെർബ്, പ്ലേ വെർബ്, വയലിൻ ഒബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? നേരെ ഇങ്ങോട്ട് വരാം. നമ്മുടെ പഴയ പാസീവ് വോയിസിന്റെ നിയമമാണ് കേട്ടോ. പഴയ പാസീവ് വോയിസിന്റെ നിയമം എന്താണ്? വയലിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നു. ക്യാൻ്റെ കൂടെ എന്ത് വരും? ക്യാൻ ബി വരും. V3 ഫോം വന്നു. ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഈസി. ദെൻ ഐ മേ ബൈ ദ പെൻ. ഐ മേ ബൈ ദ പെൻ. ഓക്കെ, നോക്കാം. ദ പെൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എഴുതുന്നു. മേ എടുക്കുന്നു. മേയുടെ കൂടെ മേ ബി കൊടുക്കുന്നു. ബൈയുടെ V3 ഫോം ബോട്ട് കൊടുക്കുന്നു. ഐ എന്തായിട്ട് മാറുന്നു? ബൈ മീ ആയിട്ട് മാറുന്നു. ക്ലിയർ? യെസ്. നോക്കാം. ഹി മൈറ്റ് പ്ലേ ചെസ്. ഹി മൈറ്റ് പ്ലേ ചെസ്. ഹി സബ്ജക്റ്റ്, മൈറ്റ് മോഡൽ ഓക്സിലറി വെർബ്, പ്ലേ വെർബ്, ചെസ് ഒബ്ജക്റ്റ്. നോക്കാം. ചെസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നേരെ ഇങ്ങോട്ട് കൊടുക്കുന്നു. ചെസ് ഒബ്ജക്റ്റ്. ദെൻ മൈറ്റിന്റെ കൂടെ ആര് വരും? മൈറ്റ് ബി വരും. പ്ലേഡ് എന്ന് പറയുന്ന V3 എടുക്കുന്നു. ബൈ പ്ലസ് സബ്ജക്റ്റ്. ഹി ഹിം ആയിട്ട് മാറുന്നു. നോക്കാം അടുത്തത്. സ്റ്റുഡന്റ് ഷുഡ് സ്റ്റഡി ഓൾ ലെസൺ. സ്റ്റുഡന്റ് ഷുഡ് സ്റ്റഡി ഓൾ ലെസൺസ്. സ്റ്റുഡന്റ് ഷുഡ് സ്റ്റഡി ഓൾ ലെസൺ. ഓൾ ലെസൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുക്കുന്നു. ഷുഡിന്റെ കൂടെ ആര് വരും? ഷുഡ് ബി വരും. ദെൻ V3 സ്റ്റഡിയുടെ V3 സ്റ്റഡീഡ് ബൈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ അടുത്തത്. ദേ ought to take the examination. ദേ ought to take the examination. ദ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് ആദ്യം അല്ലെ. ഒബ്ജക്റ്റ് എടുത്ത് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ. ദെൻ ഓട്ടിനൊക്കെ നിയമം എന്താണ്? ought to be ആണ് നിയമം. എന്താണ്? ought to be ആണ് നിയമം. ഓക്കെ. ദെൻ ടേക്കിന്റെ V3 എന്താണ് മക്കളെ? ടേക്കൺ. ടേക്കിന്റെ V3 എന്താണ്? ടേക്കൺ. V3 എഴുതി. ദെൻ ബൈ പ്ലസ് സബ്ജക്റ്റ്. ബൈ പ്ലസ് ദം. ദം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ദെൻ ഇനി അടുത്തത് ഇപ്പൊ മേ ക്യാൻ മേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മേയും ഷാളും വില്ലും ഒക്കെ വന്നപ്പോൾ നമ്മൾ ഓട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ ബി ആണ് യൂസ് ചെയ്തത്. ഇനി അവരുടെ കൂടെ ഹാവും കൂടെ വരികയാണ്. മേ ഹാവ്, മൈറ്റ് ഹാവ്, ഷുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, ought to ഹാവ് എന്നൊക്കെ വരുമ്പോൾ എന്താണ് മക്കളെ? ബീനാണ് വരിക അല്ലെ? ബീൻ. എന്താണ്? ബീൻ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്ത്? ഹാസും ഹാവും ഹാഡിന്റെയും കൂടെ എന്ത് വരും? ബീൻ വരും. അതിനിപ്പോ ഷുഡും മേയിന്റെയും കൂടെ ഒക്കെ ആണെങ്കിൽ ഹാവിന്റെ അല്ലേ? ഹാവിന്റെ തൊട്ടപ്പുറത്ത് എന്ത് വേണം? ബീൻ വേണം. ക്ലിയർ? ഇത്രേ ഉള്ളൂ. ആ പറഞ്ഞതൊക്കെ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാന്ന് മാത്രം. നോക്കാം. യു ഷുഡ് ഹാവ് റീഡ് ദ ബുക്ക്. യു ഷുഡ് ഹാവ് റീഡ് ദ ബുക്ക്. ക്ലിയർ അല്ലേ? ദ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് ആദ്യം ഇവിടെ ഇങ്ങോട്ട് കൊടുക്കും. പാസീവിലോട്ട് ആക്കുമ്പോൾ ദ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു. ദെൻ ഷുഡ് ഹാവ് ആണ് അടുത്തത് വേണ്ടത്. ഒബ്ജക്റ്റ് കഴിഞ്ഞ് എന്താ വരേണ്ടത്? ഓക്സിലറി വെർബ് വരണം. ഓക്സിലറി വെർബ് എന്താണ് ഇവിടെ? ഷുഡ് ഹാവ്. ഷുഡ് ഹാവ് ആണ് ഇവിടെ സെന്റൻസിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ആരും കൂടെ വരും? ഷുഡ് ഹാവ് പ്ലസ് ബീൻ വരും. ദെൻ അടുത്തത് നേരെ V3 ഫോം അല്ലെ? V3 ബൈ പ്ലസ് സബ്ജക്റ്റ്. എല്ലാത്തിനും ബാക്കിൽ ഉണ്ടാവുന്ന പോലെ തന്നെ അല്ലെ? നോക്കാം. അടുത്ത്. ഹി മസ്റ്റ് ഹാവ് ഡൺ ദ വർക്ക്. ഡൺ വർക്ക്. വർക്കാണ് എന്ത്? ഇവിടുത്തെ ഒബ്ജക്റ്റ്. വർക്ക് ഒബ്ജക്റ്റിന് ഇങ്ങോട്ട് കൊടുത്തു അല്ലെ? ദെൻ ഇവിടുത്തെ ഓക്സിലറി വെർബ് മസ്റ്റ് ഹാവ് എടുത്തു. മസ്റ്റ് ഹാവ്. ദെൻ എന്താണ്? ഹാവ് വരുമ്പോ എന്ത് വരും മക്കളെ? ബീൻ വരും. ഓക്കെ. ദെൻ ഡെൻ തന്നെയാണ് അല്ലെ? ഡെൻ എന്ന് പറയുന്നത് V3 ഫോം ആണ്. ദെൻ ഹി എന്തായിട്ട് മാറി? ബൈ യു ആയിട്ട് മാറി അല്ലെ? ബൈ യു ആയിട്ട്. വർക്ക് ഹാസ് ഹാവ് ബീൻ ഡൺ ബൈ യു. യു അല്ല കേട്ടോ, ബൈ ഹിം ആണ്.
Okay, then next one. You may have avoid the opportunity. You may have avoid the opportunity. Avoid ചെയ്യുക. Okay, നോക്കാം. The opportunity എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്തിരിക്കുന്നു. Then may have എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എടുത്തിരിക്കുന്നു. Then ശേഷം എന്താണ്? may have ഉണ്ടെങ്കിൽ എന്ത് വരും മക്കളെ? been വരും. Then V3 avoided. Then you by you തന്നെ ആയിരിക്കും കേട്ടോ, മാറ്റങ്ങളൊന്നുമില്ല. by you. Clear? Then you ought to have helped him. You ought to have helped him. നോക്കാം, ദാ ഹിമ്മിനെ ഇങ്ങോട്ട് എടുത്തു, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഇന്റർചേഞ്ച് ചെയ്തു അല്ലെ. ഒബ്ജക്റ്റ് എടുത്തിട്ട് നേരെ ഇവിടെ സബ്ജക്റ്റ് ആക്കി. ഓക്കെ, ദെൻ അടുത്തത് ഓക്സിലറി വെർബ് ought to have. ought to have ഓക്സിലറി. ought to have വരുമ്പോൾ എന്താണ് നമ്മുടെ നിയമം? ബീൻ കൊടുക്കണം. ഇനി ഒന്നുമില്ല, ഇനി V3 അറിയുന്ന ഹെൽപ്ഡ് കൊടുക്കുന്നു. യു എന്താണ്? ബൈ യു കൊടുക്കുന്നു. ക്ലിയർ? പാസീവ് വോയിസിന് ഒരൊറ്റ സ്ട്രക്ചറേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്, മാറ്റങ്ങളൊന്നുമില്ല. സോ നമ്മുടെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈസ് ഓവർ. ഓക്കെ, സോ ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും വളരെ ക്ലിയർ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ക്ലാസ് ആദ്യം പോയിട്ട് കാണുക. അതിനു മുമ്പായിട്ട് ടെൻസിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടാക്കി വെക്കുക. ടെൻസിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിന്റെ ബേസ് ക്ലാസ് കാണുക. അതിനുശേഷം ഇമ്പരേറ്റീവും ഇൻറ്റോഗേറ്റീവ് സെന്റൻസിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ അതിനുശേഷമുള്ള ക്ലാസ് പിന്നീട് കാണുക കേട്ടോ. സോ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെയും ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം.